ഹലോ നമസ്കാരം. എല്ലാവർക്കും ഗൗതം റിയാക്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോ ഇന്ന് നമ്മുടെ ഡേ 19 ആയിരുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ ദിവസം നടന്നതിൽ ആദ്യത്തെ ഒരു പ്രധാന സംഭവമായിരുന്നു നമ്മുടെ ഗിസയില് കോഫിപ്പൊടി കട്ട് വെച്ചു എന്നുള്ളത് കേട്ടോ. ശരിക്കും ഗിസയിൽ കാണിച്ചത് ശരിയാണോ? തെറ്റ് ചെയ്തിട്ട് അവിടെ കിടന്ന് ന്യായീകരിക്കുകയല്ലായിരുന്നു. അപ്പൊ വീട്ടുകാർ അവർക്കെതിരെ എടുത്ത സ്റ്റാൻഡ് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയോ? കാരണം അതിന്റെ പേരിൽ ആള് ജയിലിൽ ഒന്ന് പോയി കേട്ടോ. ശൈത്യക്ക് വേണ്ടി വാദിച്ച് അവസാനം ഒനിയല് ജയിലിൽ പോകേണ്ടി വന്ന്, അതേപോലെ തന്നെ ശൈത്യയെ കളിയാക്കിയ ആര്യനും ജയിലിൽ പോകേണ്ടി വന്നില്ല. ഇത് എന്തുവാകാൻ ന്യായീകരണമാണ് എന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ ഒനിയല് തെറ്റ് ശരിക്കും ചീത്ത വിളിച്ചിട്ടുണ്ട്, അതുള്ളത് തന്നെയാണ്. പക്ഷെ ആര്യന് ജയിൽ നോമിനേഷൻ വളരെയധികം കുറവായിരുന്നു വന്നത്. അതെന്താണ്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതേപോലെ തന്നെ നമ്മൾ ശൈത്യ ആര്യനോട് ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുമെന്നാണ് കരുതിയത്. പക്ഷെ അങ്ങനല്ലല്ലോ. ശൈത്യക്ക് ഒരു കുഴപ്പമില്ലാതല്ല അവിടെ നിൽക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും കുറച്ച് പേരൊക്കെ അവരുടെ കണ്ണിൽ കണ്ടതാന്ന് പറയുന്നു, അതായത് ആര്യൻ ചിരിക്കുന്നത്. എന്നിട്ട് പോലും ശൈത്യക്ക് ഒരു പൊടി പോലും ദേഷ്യം ആര്യനോട് തോന്നിയില്ലേ? എന്നാൽ ബാക്കിയുള്ള വീട്ടുകാർ അതിന്റെ പേരിൽ വഴക്കിട്ടത് ഇപ്പൊ ജയിലിലും പോയി. അതേപോലെ തന്നെ രണ ഫാത്തിമയുടെ ഗെയിം വളരെയധികം ഇറിറ്റേറ്റഡ് ആയിട്ടുണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. രണ ഫാത്തിമയുടെ ഗെയിമും ബോഡി ലാംഗ്വേജും എല്ലാം കൂടി. അതേപോലെ തന്നെ സംസാരം വളരെയധികം ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട്. അതെ, അതേപോലെ തന്നെ നമ്മുടെ ഈ ആൺകുട്ടികളിൽ പലരും ഈ ഒരു ഗെയിം കുറച്ച് സീരിയസ് ആയിട്ടല്ല എടുത്തിരിക്കുന്നത് പോലെ തോന്നിട്ടോ. നിങ്ങൾക്ക് അങ്ങനത്തെ വല്ല തോന്നലുകൾ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമന്റിൽ പറയണം കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഇന്ന് ശൈത്യക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ക്യാപ്റ്റൻസി ടാസ്കിൽ. 13 വീട്ടുകാരാണ് ഈ ശൈത്യക്ക് വേണ്ടിയിട്ട് ഈ ക്യാപ്റ്റൻസി ടാസ്കിൽ വോട്ട് ചെയ്തത്. അതിനും വേണ്ടി ശൈത്യ ആ വീട്ടിൽ എന്തെങ്കിലും ചെയ്തിരുന്നോ? അത് മാത്രമല്ല, കഴിഞ്ഞ ടൈമിൽ നോമിനേഷനിൽ പോലും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ശൈത്യക്ക് ഇപ്പൊ എന്ത് പറ്റി? ഏറ്റവും കൂടുതൽ ഈ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് നോമിനേഷൻ തരാനുള്ള റീസൺ അതിൽ എന്തെങ്കിലും ഗെയിമോ പൊളിറ്റിക്സോ നടക്കുന്നുണ്ടോ? അതേപോലെ തന്നെ അനീഷ് ഡിവോഴ്സിന്റെ ഒരു കാര്യം പറഞ്ഞ ഒരു സംസാരം ഉണ്ടായിരുന്നു ലാസ്റ്റ്. അപ്പൊ ആ ഒരു കാര്യത്തില് അനീഷിനെ സംസാരിക്കാൻ വിടാതെ ചെറിയ ഒരു പറയുന്ന എന്തുവെന്നും മനസ്സിലാക്കാൻ നിൽക്കാതെ തന്നെ വീട്ടുകാരെല്ലാരും കൂടി അനീഷിനെ ഒതുക്കാൻ നോക്കുമായിരുന്നു. അതേപോലെ തന്നെ അക്ബറിന് ഇഷ്ടമില്ലാത്തവരെല്ലാം കൂടി ഒരു എയിം ചെയ്യുന്ന രീതി മറ്റുള്ളവരെ ടൂളാക്കാൻ ശ്രമിക്കുന്നുണ്ടോ? അപ്പൊ നമുക്ക് എല്ലാം ഇന്ന് കാണാം. ഇന്ന് നടന്ന എപ്പിസോഡ് റിവ്യൂയിലേക്ക് നമുക്ക് പോവാം. അപ്പൊ ഇന്ന് ഡേ 19 ആണ്. രാവിലെ നമ്മുടെ പാട്ടോട് കൂടിയിട്ടാണ് കേട്ടോ തുടങ്ങുന്നത്. മീശമാധവല്ല സോങ് ആയിരുന്നു. മറ്റേ വാളെടുത്ത ലങ്കക്കലി ആ പാട്ടായിരുന്നു. അത് കേട്ടപ്പോ നമ്മുടെ ഒരു കുട്ടിക്കാലം ഓർമ്മ വന്ന് അല്ലേ? അതെ അതെ, നല്ല രസമായിരുന്നു. അതൊക്കെ കേട്ട ആളുകളെല്ലാം നല്ല ഡാൻസ് കളിക്കുന്നു. രാവിലെ ഇതൊക്കെ കേട്ട് ഡാൻസ് കളിക്കാൻ ഒരു രസമായിരിക്കും. അതെ, അതൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു നമ്മുടെ കിച്ചണിൽ ഇങ്ങനെ ആദിലും നൂറയും കോഫി ഇട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ശരത്ത് നോക്കി, ഇതെവിടുന്ന ഈ കോഫിപ്പൊടി? ഇന്നലെ കോഫിപ്പൊടി തീർന്നയായിരുന്നല്ലോ, ഇത് എവിടുന്ന് കിട്ടിയെന്ന് പറഞ്ഞപ്പോ അതെ ഇത് എവിടുന്ന് കിട്ടിയെന്ന് പറഞ്ഞപ്പോ ആദില് പറഞ്ഞ്, അത് ഇതേ ആ പാത്രത്തിൽ ഇരിപ്പുണ്ടായിരുന്നു, അതെടുത്ത്. പാത്രത്തിലോ? അവിടെ നിർത്ത് ഓഫി, ഇപ്പൊ എന്തായാലും കുക്കിംഗ് വേണ്ട, ഒന്നും വേണ്ട, ഇതിനൊരു തീരുമാനം എടുത്തിട്ട് മതി എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഗിസയിൽ ഇങ്ങോട്ട് വന്ന കാപ്പിപ്പൊടി ആ ഇതിലൊക്കെ എടുപ്പോണ്ടായിരുന്നു, അതിലിരിക്കുകയായിരുന്നു, അതിൽ നിന്നാണ് ഞാൻ എടുത്തതെങ്കിൽ കാപ്പിപ്പൊടി അതിനകത്ത് ഇന്നലെ ഇല്ലായിരുന്നല്ലോ, ഇന്നലെ തീർന്നത് പറഞ്ഞ് ഞാനല്ലേ ക്യാമറയുടെ മുമ്പിൽ, നമ്മുടെ ശരത്ത് പറയാൻ കേട്ടോ, ക്യാമറയുടെ മുമ്പിൽ ഞാൻ പൊക്കി കാണിച്ചത് ആ ഒരു കോഫി പൗഡർ അതിലില്ലായിരുന്നല്ലോ. അപ്പൊ ഗിസയിൽ അതിലുണ്ടായിരുന്നു, അതിൽ നിന്നാണ് ഞാൻ എടുത്തിട്ടത്, ഞാൻ ഇട്ടത് മാത്രമല്ല ഞാൻ എല്ലാവർക്കും കൊടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു കേട്ടോ. സംഭവം ഗിസയിൽ എന്താണെന്നറിയോ, ഈ ശരത്ത് കാപ്പിപ്പൊടി തീർന്നു എല്ലാരെയും മുമ്പേ വിളിച്ച് ഇങ്ങനെ പൊക്കി കാണിച്ച്, കാപ്പിയെല്ലാം തീർന്ന് ആ ഭരണി അവിടെ വെച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അതേപോലെ ക്യാമറയുടെ മുമ്പിൽ ചെന്നും പറഞ്ഞു. അപ്പൊ ഇതെല്ലാം ഗിസയിൽ കണ്ടിട്ട് അനങ്ങായിരിക്കുമായിരുന്നു. അപ്പൊ ഗിസലിന്റെ മനസ്സിൽ ഇത് ഓൾറെഡി ഒളിപ്പിച്ച് കുറെ എണ്ണം വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കുറച്ചങ്ങോട്ട് എടുത്തിട്ട് അങ്ങ് ബാക്കി അങ്ങ് ഇട്ടിരുന്ന തന്നെ ആ ഒരു പ്രശ്നം അങ്ങ് ഇല്ലാതാവും, ആരും അറിയത്തില്ല എന്നുള്ള രീതിയിലാണ് ഗിസയില്. അപ്പോഴത്തേക്ക് ഗിസയില് പറയാം, എന്നാലും ഇത് പറയാതിരുന്ന ഭയങ്കര ശരിയായല്ലോ എന്ന് പറഞ്ഞ ശരത്തും എല്ലാരും കൂടെ പറയുമ്പോ ഗിസയില്, കാണാതിരുന്നത് നിങ്ങളുടെ കുഴപ്പമാണ്, എന്റെ കുഴപ്പമല്ല, ഞാനല്ല ചെയ്തത്, കാണാതിരുന്നെങ്കിൽ ദാറ്റ്സ് യുവർ പ്രോബ്ലം എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്ക് നെവിൻ പറഞ്ഞു, നീ കാപ്പിപ്പൊടി എടുത്ത് കട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ, അപ്പൊ ഇന്നലെ നമ്മുടെ പ്രമോയില് കാണിച്ചത് നെവിനും ഗിസയിലും കൂടെ അല്ലേ ഓവനിൽ കോഫി ഇട്ട് കൊണ്ടുവന്ന നമ്മൾ കണ്ടത്. നെവിനും ഇതിന് കൂട്ടിയിരുന്നില്ല. പക്ഷെ ലൈവിൽ അങ്ങനെ നെവിൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, കഴിഞ്ഞ ആഴ്ച വരെ ഞാൻ ചെയ്തു, ഈ ആഴ്ച തൊട്ട് ഞാൻ ചെയ്തില്ലെന്ന്. പക്ഷെ നെവിനും കോഫി കുടിക്കുന്നുണ്ടായിരുന്നു അവിടുന്ന് കേട്ടോ. അപ്പോഴത്തേക്ക് ഗിസയില് അപ്പൊ അനു കള്ളി നീ കള്ളിയാ നീ, ഇത് മാത്രല്ല ഇവിടെ കുറെ കാര്യങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. കോഫി കള്ളി എന്തൊക്കെയോ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ശരത്ത്, ഇനി ആരും കിച്ചണിൽ കയറണ്ട, കിച്ചൺ ടീം അല്ലാതെ ആരും ഇനി കിച്ചണിൽ കയറണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു വഴക്ക് ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. എന്നാലും ഗിസേൽ ഇത് അതല്ല ഏറ്റവും കോമഡി, അതല്ല ഗിസേൽ പറഞ്ഞു വന്നപ്പം 3 കാപ്പി പാക്കറ്റ് കണ്ട് ഒളിപ്പിച്ച് വെച്ചേക്കുന്നു. അതെ, ഗിസേൽ ഭയങ്കര കൂളായിട്ട് പറയാ, ഇനിയും 3 പാക്കറ്റ് ഉണ്ട്,
കണ്ടുപിടിക്കൂ, ഫൈൻഡ് ഇറ്റ്, ദാറ്റ് ഈസ് ദി ടാസ്ക്. നിങ്ങളുടെ അപ്പൊ ആരെയും പറയാം അത് ശരിയല്ല, ഗിസയിൽ ഉണ്ടെങ്കിൽ കൊടുക്കും, ഇത് തമാശയല്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയാ. അതായത് ഗിസയില് ചെയ്യുന്ന കാര്യം ഭയങ്കരമായിട്ട് ഗിസയില് ന്യായീകരിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. അതൊരു കഴിവല്ലേ? കഴിവൊന്നുമല്ല, ഇത് മറ്റവന്മാര് ബാക്കിയുള്ളവർ ചോദിക്കാത്തതിന്റെ കുഴപ്പമാ. അതായത് ബാക്കിയുള്ളവർ ഇത് മറ്റുള്ളവർക്ക് ചൂടാവുന്ന പോലെ അക്ബറും ഇവരാരും ഒന്നും ഗിസലിന്റെ അടുത്ത് ചൂടാവത്തില്ല. അതിന്റെ ഒരു കുഴപ്പമാണ്. അത് അങ്ങനെ ചൂടാണെങ്കിൽ ഈ വിഷയമൊന്നും വരത്തില്ല. കാര്യം അതണക്കാണ് ഗിസൽ ബാക്കിയുള്ളടത്ത് നിൽക്കുന്നത്. അതൊരു കാര്യമാണ് കേട്ടോ, സോപ്പിട്ട് ആള് നിൽക്കുന്നത്. അപ്പൊ ഗിസയില് ഈ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ബാക്കിയുള്ളവര് അത് ശരിയല്ലല്ലോ, അത് തെറ്റല്ലേ, ഇങ്ങനെയൊക്കെ പറയുന്നുള്ളൂ. ഇപ്പൊ നേരെ തിരിച്ച അനീഷോ ഷാനവാസോ അല്ലെങ്കിൽ അനു ആരെങ്കിലും ആയിരുന്നു ഇവർ ഇങ്ങനെയൊക്കെ ഒന്നും അല്ല പ്രതികരിക്കുന്നത്. അപ്പൊ അനുസരത്ത് ഇങ്ങനെയൊന്നും അല്ല, തലക്കറി ഇരുന്ന് ചൊറിയും ആ രീതിയിലായിരുന്നു. എന്തായാലും അല്ല, അനീഷും പറയുന്നുണ്ട് നിങ്ങൾ കോപ്പിപ്പൊടി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഇപ്പം ഇതിന്റെ സ്ഥാനത്ത് അനീഷായിരുന്നു, ഗിസലിന്റെ സ്ഥാനത്ത് അനീഷായിരുന്നെങ്കിൽ സ്ഥലത്ത് എന്ത് ചാടി വീണാനല്ലേ വീഴുന്നതൊക്കെ. അപ്പൊ അതായിരുന്നു വ്യത്യാസം, അതാണ് ഇവര് തമ്മിൽ. പക്ഷെ ഗിസയില് നല്ല 3 പാക്കറ്റ് എന്തായാലും എക്സ്ട്രാ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ശരത്തും അക്ബറും കൂടി ഇന്ന് സംസാരിക്കുന്നുണ്ട്. ഇതിൽ അക്ബർ പറയുന്നുണ്ട്, ഞാന് രേണുവിനെ ടാസ്കിലാണ് അങ്ങനെ വിളിച്ചത്, അപ്പൊ അത് ശരിയല്ലെന്ന് പറഞ്ഞ ഒണിയില് ഇന്നലെ ആ റന ഫാത്തിമേനെ എന്തൊക്കെയാണ് വിളിച്ചത്, എന്നെ സംസ്കാര ശൂന്യൻ എന്ന് വിളിച്ച ആള് ഇപ്പൊ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോ അപ്പോഴത്തേക്ക് നമ്മുടെ ശരത്ത് പറഞ്ഞു, അതെ വെറും 19 വയസ്സുള്ള ആ ഒരു കൊച്ചിനെ വിളിക്കുന്നത്, അച്ഛന്റെ പ്രായമുള്ള ആളായിരുന്നു, ആലോചിച്ച് നോക്കി എന്ന് പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും കൂടി ഇരുന്ന് അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ഉനില് പറയുന്നുണ്ട്, അല്ല ഇവര് അക്ബർ ശരത്തിന്റെ അടുത്ത് പറയുന്നുണ്ട്, അവന്മാരെല്ലാം ഭയങ്കര ടോക്സിക് ആണെന്ന് പറയുന്നത്. ശരത്തും അക്ബറും ആണ് ഈ പറയുന്നത് ടോക്സിക് ആണെന്ന് അവര്. അതൊക്കെ കഴിഞ്ഞപ്പോ ഡൈനിങ് ടേബിളും ആ ഒരു ഏരിയയിലൊക്കെ ഇരുന്ന് ഇവര് കിച്ചണിനെ കുറിച്ചിട്ടാണ്, അതായത് ഫുഡ് ഭയങ്കര ലേറ്റ് ആയിട്ടാണ് കിട്ടുന്നത്. ഇപ്പൊ തന്നെ 11 മണി എന്തോ കഴിഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ. ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ ആയിട്ടില്ലായിരുന്നു. അപ്പോഴത്തേക്ക് അവിടെ മരുന്ന് കഴിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അവർക്കൊക്കെ വിശന്ന് തുടങ്ങി. കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിച്ചിട്ട് മരുന്ന് കഴിക്കണം. ഇവർക്ക് ഈ വിറയലും കാര്യങ്ങളൊക്കെ വരും. അതെ, അപ്പൊ ഷാരിക വന്നിട്ട് പറയുന്നുണ്ട്, ഇവിടെ മരുന്ന് കഴിക്കാനൊക്കെ ഉള്ളതാ, ഇത് കുറെ നേരം ആയല്ലോ എന്ന് പറയുമ്പോ ഷാനവാസ് വന്നിട്ട് ചോദിക്കുന്ന 6 പേരില്ലേ കിച്ചണിലേക്ക്. അതായത് ഇവരുടെ ബാത്റൂം ടീമിലുള്ള ഒരാളെ കൂടെ കിച്ചണിലേക്ക് കൊടുത്തു, ഈ ഇത്രയും പേരുള്ളുണ്ട്, എന്നിട്ട് 6 പേരുണ്ടല്ലോ, അപ്പൊ പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കിക്കൂടെ എന്ന് പറഞ്ഞപ്പോ നൂറ് ഇങ്ങനെ അവിടെ ഇരുന്ന് ഉരുളക്കിഴങ്ങ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് നൂറ് പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞത് പരിപ്പ് കറി വെക്കാന്ന്, കേക്കത്തില്ല, ഉരുളക്കിഴങ്ങ് കറി വെച്ചിട്ട് കഴിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നു കേട്ടോ. അപ്പം നമ്മുടെ ഷാനവാസ് പറഞ്ഞു, അനു നന്നായിട്ട് ഫുഡൊക്കെ വെക്കും, പക്ഷെ നമുക്ക് കഴിക്കേണ്ട ടൈമിൽ അത് കഴിക്കണമല്ലോ. ഇതിപ്പോ എന്താന്ന് വെച്ചാൽ ചപ്പാത്തി ഉണ്ടാക്കുന്നതും ഈ കറി ഉണ്ടാക്കുന്ന എല്ലാം അനുവാന്ന് തോന്നുന്നു. കാരണം നമ്മുടെ ലൈവില് കാണിച്ചിരുന്നു, ഇവർ ഓൾറെഡി ചപ്പാത്തി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെയാണ് കറി വെക്കാൻ തുടങ്ങുന്നത്. ഇതെന്താ പ്രശ്നം പറയാ, അനു കിച്ചണില് എല്ലാം ചെയ്യണം എടുക്കണം എന്നുള്ള ഒരു മൈൻഡില്ല. ബാക്കിയുള്ളവര് 6 പേരുണ്ട്, 6 പേരുണ്ട്, അവരെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കത്തില്ല വലുതായിട്ട്. അപ്പൊ ചെയ്യാൻ നിൽക്കുക. ഞാൻ ചോദിക്കട്ടെ, ഉരുളക്കിഴങ്ങ് ഇപ്പൊ നമുക്ക് കുക്കറിട്ട് വേവിച്ചെടുത്താൽ പോരെ, എന്തിനാ ഇത്രയും ഗ്യാസും അവർക്ക് ലിമിറ്റ് അല്ലേ? അല്ല, ഇന്ന് ഗ്യാസിന് വേണ്ടിയൊക്കെ ഇന്നലെ സമരം ചെയ്തതല്ലേ? അപ്പൊ ഗ്യാസിലിട്ട് ഈ ഉരുളക്കിഴങ്ങ് ഇത്രയും പേർക്ക് വേവിക്കാന്ന് പറഞ്ഞാൽ അത് ആ വലിയൊരു പാത്രത്തിലൊക്കെയാ, എത്ര നേരം എടുക്കും? ഇവർക്ക് ഉരുളക്കിഴങ്ങ് കുക്കർ ഉണ്ടല്ലോ, കുക്കറിട്ട് വേവിച്ചൂടെ? അതെ, എന്തായാലും ഒരു ലോജിക്കും ഇല്ല, അതായത് ഒരു പ്ലാനും ഇല്ല, ഒന്നുമില്ല. ഈ സീസണിലെ മിക്ക കുക്കിംഗ് ടീമും, കഴിഞ്ഞ ആഴ്ചയിലെ കുക്കിംഗ് ടീമും ഇതണക്കായിരുന്നു. ഒരു പ്ലാനിങ് ഒന്നുമില്ല. രാവിലെ എണീറ്റ്, കാര്യം ഇവര് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ 3 നേരം ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്ന എന്തോ പരിപാടിയായിട്ടാണ് ഇവര് വന്നിരിക്കുന്നത്. കാര്യം ഇത് ഒരു രാവിലെ എണീറ്റ് പ്ലാൻ ചെയ്തിട്ട് ഇത് കഴിഞ്ഞാൽ നമുക്കൊരു 10 മണി 11 മണിയൊക്കെ ആകുമ്പോൾ ഇവർക്ക് ടാസ്ക് കൊടുക്കാൻ പറ്റും. ഈ ടാസ്ക് കൊടുക്കുന്ന ടൈമിൽ ഇവര് ഫുഡ് ഉണ്ടാക്കി കഴിക്കായിരുന്നു കഴിഞ്ഞാൽ ടാസ്ക് നല്ലോണം ചെയ്യത്തുമില്ല, എല്ലാം ആടി തൂങ്ങിയിരിക്കുകയും ചെയ്യും. അല്ല, ഇവർക്കുള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഇവർ ഈ മോർണിംഗിൽ സോങ് അത് എത്ര 8:30 9 മണിക്ക് എങ്ങാണ്ട് ഇടുന്നത്, ആ ഒരു ടൈമിലാണ് എണീറ്റ് വരുന്നത്. എണീറ്റ് വന്നു കഴിഞ്ഞിട്ട് പിന്നെ പയ്യെ കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം ആകുമ്പോഴത്തേക്ക് ലേറ്റ് ആവും. അപ്പൊ ഇവിടെ ചപ്പാത്തി ആവുന്ന സമയത്ത് അവിടെ കുക്കറിൽ ഉരുളക്കിഴങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ഇതാ പറയുന്നതിന് മുമ്പേ അതെന്താ പ്രശ്നം? അതാ പറഞ്ഞത്, അനു തന്നെ ചെയ്യണോന്നുള്ള വാശി അനുവിന്. ബാക്കിയുള്ളവർ അധികം ചെയ്യാൻ ചെറിയ എളുപ്പിനെ വിളിക്കുന്നുള്ളൂ, അവർക്കും ഇല്ല ചെയ്യണമെന്ന്. അനു ചെയ്യുന്നെങ്കിൽ അനു അങ്ങ് ചെയ്യട്ടെ. അല്ല, ഇവർക്ക് എങ്ങനെയാന്ന് വെച്ചാൽ അനുവിന് എങ്ങനെയാണ് ടേസ്റ്റി ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ട് വലിയ പേര് ഏൽപ്പിക്കണമെന്ന്. പക്ഷെ അനു ആലോചിക്കേണ്ട ഒരു കാര്യം, ടേസ്റ്റി ഫുഡ് എന്ന് പറയുന്നത് ടൈം കുറച്ചും കൂടെ ഈസി ആക്കിയിട്ട് കഴിക്കണം. അതായത് അനു അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, 3 നേരം ഇവർക്ക് ഫുഡ് കൊടുക്കുന്നില്ല, ഇവർക്ക് 3 നേരം ഫുഡ് കിട്ടുന്നില്ല, ഇച്ചിരി ഒന്ന് വെയിറ്റ് ചെയ്താൽ എന്താണെന്ന്. അങ്ങനെയല്ല, അല്ല
ചിലർക്ക് BP-യുടെ ടാബ്ലറ്റ് കഴിക്കണേ, നമ്മുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ BP-യുടെ പ്രശ്നമുള്ളത്, അവർക്ക് ആ ഡെയിലി കഴിക്കുന്ന ടൈമിൽ ഫുഡ് കഴിച്ചിട്ട് BP-യുടെ ഗുളിക കഴിച്ചില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ വിറയൽ കണക്ക് വരും, ഛർദ്ദിക്കാൻ വരും, തലവേദന വരും, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട്. അവിടെ ഇപ്പൊ അനുവിന് അങ്ങനെ പറയാം, ഈ ഓരോ പ്രശ്നങ്ങൾക്ക് ടാബ്ലറ്റ് കഴിക്കുന്നവർക്ക് അത് കറക്റ്റ് ടൈമിൽ ടാബ്ലറ്റ് കഴിച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസം ഫുള്ള് പോയി അവര്. അല്ല, അത് മാത്രമല്ല, ബിഗ് ബോസിൽ ഈ കുക്കിംഗ് ചെയ്തിട്ട് നല്ല പേര് കിട്ടാനല്ലല്ലോ ബിഗ് ബോസ് വരുന്നത്. കാര്യം ഈ അനു ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ അറിയോ, ഈ കറക്റ്റിന് ഫുഡ് കിട്ടത്തില്ല, അത് കംപ്ലൈന്റ് ആവും, പിന്നെ നോമിനേഷനിൽ വരും. ഇപ്പൊ 6 പേരില്ലേ, ഞാൻ ചോദിക്കുന്ന 2 പേര് ഈ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ, ഈ ഉള്ളിയൊക്കെ തൊലിക്കുന്നതും എടുക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 2 പേർക്ക് ചപ്പാത്തി ചെയ്യുകയാണെങ്കിൽ 2 പേർക്ക് കറിയുടെ സെക്ഷൻ നോക്കി കഴിഞ്ഞാൽ പോകില്ല. കാരണം നമ്മളൊരു വീട്ടിലെ കണക്ക്, നമ്മളിപ്പോ വീട്ടിലാണെങ്കിൽ എങ്ങനെ, നമ്മൾ അരിയുന്ന തൊട്ട് വെക്കുന്നത് തൊട്ട്, ചപ്പാത്തി പരത്തുന്നതായാലും ഒരാൾ തന്നെ, കറി വെക്കുന്നതാണെങ്കിൽ ഒരാൾ തന്നെ, ആ പാത്രം കഴുകുന്നതാണെങ്കിൽ ഒരാൾ തന്നെ, അവിടെ ക്ലീൻ ചെയ്യുന്നതാണെങ്കിൽ ഒരാൾ തന്നെ. ഇത് വെസൽ ക്ലീനിങ്ങിന് വേറെ ആളുണ്ടല്ലോ, അവിടെ ക്ലീൻ ചെയ്യാൻ ഓൾറെഡി 6 പേരില്ലേ. അപ്പൊ എന്തുകൊണ്ട് ഈ ലേറ്റ് ആവുന്നത്? അപ്പം കുറച്ച് ലോജിക്കോടെ ചിന്തിച്ചിട്ട് ഈ കുക്കറിലൊക്കെ ഇട്ട് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്നാവും, അല്ലെങ്കിൽ ലേറ്റ് ആവും. എന്തായാലും അനു അതിനും കിടന്ന് കരയുന്നുണ്ട്, ഒരു ലോജിക്കും ഇല്ല. അതെ, എന്തായാലും അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പം അല്ല, ഒണിയലും റേണ ഫാത്തിമയും തമ്മിൽ വീണ്ടും അവിടെ വഴക്കാവുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് നമ്മുടെ ഈ ജയിൽ നോമിനേഷൻ നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അടുത്ത ജയിൽ നോമിനേഷൻ ആണ്. അതെന്ന് പറയുന്നത് എല്ലായിടത്തും പോലെ തന്നെ മോശം പ്രകടനം കാഴ്ചവെച്ചാൽ ടാസ്കിലായാലും അല്ലാതെ വീട്ടിലാണെങ്കിലും എന്ന രീതിയിലാണ് നോമിനേറ്റ് ചെയ്യേണ്ടത്. 2 പേര് വന്ന് നോമിനേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അല്ല, അനീഷ് വന്ന് പറഞ്ഞേക്കുന്നത് പറഞ്ഞാൽ അഭിലാഷിനെയും ഒനിയലിനെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അഭിലാഷിനെയും ഒനിയലിനെയും പറയാനുള്ള റീസൺ എന്താന്ന് വെച്ചാൽ, ഇന്നലെ ആ ടാസ്ക് കഴിഞ്ഞിട്ട് അവരുടെ വായിൽ നിന്ന് വന്ന വാക്കും ഭയങ്കര അഗ്രസീവ് ആയിരുന്നു എന്നുള്ള റീസൺ കൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ അഭിലാഷ് വന്ന് പറഞ്ഞേക്കുന്നത് ഗിസേലിനെയും ആര്യനെയുമാണ്. അതായത് ഇന്നലത്തെ ടാസ്കിൽ അവർ 2 പേരും എന്തും ചെയ്യാമെന്ന് പറഞ്ഞ് പോയിട്ട് അത് ചെയ്തില്ലല്ലോ, അതിന്റെ ഒരു പേരിലാണ് പറഞ്ഞത്. പിന്നെ ഒനിയൽ വന്നിട്ട് അനീഷിനെയും ഗിസേലിനെയും പറഞ്ഞിട്ടുണ്ട്. അതായത് അനീഷിനെ പറഞ്ഞ ഒരു റീസൺ എന്താന്ന് വെച്ചാല്, സേഫ് സോണിൽ നിന്നു, അതായത് മിണ്ടരുതെന്ന് പറഞ്ഞ കാര്യം അത് കേട്ടിട്ട് അങ്ങനെ അങ്ങ് നിന്നു. അപ്പൊ അതൊരു സേഫ് സോണിലോട്ട് പോയി എന്നുള്ളൊരു കാരണമാണ് അനീഷിനെ പറഞ്ഞത്. പിന്നെ ഗിസേലിനെ പറഞ്ഞത് ടാസ്ക് ചെയ്തില്ല. പിന്നെ അത് മാത്രമല്ല, കോഫിയുടെ പ്രശ്നമുണ്ട് കേട്ടോ. ഇന്ന് രാവിലെ നടന്ന കോഫി, അത് പലവട്ടമായിട്ടും ഗിസയില് കോഫി മാത്രമല്ല പല റൂള് ബ്രേക്ക് ചെയ്യുന്നു. പിന്നെ ഷാനവാസ് പറഞ്ഞേക്കുന്നത് അനീഷിനെയും ആര്യനെയാണ് പറഞ്ഞേക്കുന്നത്. അനീഷിനെ പറഞ്ഞേക്കുന്നത് ഇവിടുത്തെ റൂൾസ് ഏറ്റവും കൂടുതൽ ചെയ്യാത്തത് അനീഷ് എന്ന രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ആര്യൻ സീരിയസ് ആയിട്ട് ഒന്നിനെ എടുക്കുന്നില്ല, എല്ലാം ഒരുമാതിരി പുച്ഛവും ഇതൊക്കെയോട് കൂടിയിട്ട് എടുക്കുന്നതാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. പിന്നെ റെന ഫാത്തിമ വന്നിട്ട് ഒനിയലിനെയും അഭിലാഷിനെയാണ് ചെയ്തേക്കുന്നത്. അതില് റെന ഫാത്തിമ ഒരു വേർഡ് ഉപയോഗിച്ചു കേട്ടോ, ബിഗ് ബോസ് തന്നെ ഊക്കി വിട്ടു ഒനിയലിനെ എന്ന് പറഞ്ഞിട്ട് വളരെ പുച്ഛത്തോട് കൂടിയിട്ടാണ് റെന ഫാത്തിമ സംസാരിച്ചത്. അതിലിപ്പോ ലൈവില് കാണിച്ചിട്ട്, ഇതിൽ കാണിച്ചില്ല, പക്ഷെ ലൈവിലുണ്ടായിരുന്നു. അപ്പൊ എല്ലാരും കൂടെ പറഞ്ഞു ഊക്കി വിട്ടു, അമ്മാതിരി ഡയലോഗ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോഴാണ് ബിഗ് ബോസ് എന്നാൽ ആക്കി വിട്ടു എന്ന് പറഞ്ഞിട്ട് റെന ഭയങ്കരമായ രീതിയിൽ ഒനിയലിനെ ട്രിഗർ ചെയ്യുന്നുണ്ടോ. ഒനിയല് വിളിച്ചത് തെറ്റാണ്, പക്ഷേ രണ ഭയങ്കരമായ രീതിയിൽ ട്രിഗർ ചെയ്യുന്നുണ്ട് കേട്ടോ. അതാ ഈ ഗസ്റ്റേഴ്സ് ഇതൊക്കെ കാണിച്ച് ട്രിഗർ ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ഇന്നലെ തെള്ളയൊക്കെ ചെയ്തായിരുന്നു രണ നല്ല രീതിക്ക് തെള്ളയും പുഷിയൊക്കെ ചെയ്ത്. അപ്പൊ അത് പുള്ളിക്കാരൻ അത്ര അങ്ങോട്ട് അല്ല, ഇന്ന് നോമിനേറ്റ് ചെയ്യുന്ന തന്നെ ഭയങ്കരമായിട്ട് ഒനിയലിനെ ആക്കിയിട്ടാ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ അവളെ ബാഡ് വേർഡ്സ് വിളിച്ചു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ്. വിളിച്ച തെറ്റൊക്കെ തന്നെ ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷെ നമ്മുടെ സൈഡും കൂടി നോക്കണം എങ്ങനെയാ രീതി ഇതാക്കുന്നുള്ളത്. അതെ, പിന്നെ ബാഡ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ തെറിയല്ല കേട്ടോ വിളിച്ചത്. അതായത് ഒരു പെൺകുട്ടിയോട് പറയാൻ പാടില്ലാത്ത, ഇപ്പൊ ബോയ് ഫ്രണ്ടിനെ ഒക്കെ വെച്ചിട്ടൊക്കെ പറയുള്ളൂ, അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞു എന്ന് പറയുന്നത് നമ്മളെ കാണിച്ചിട്ടില്ല. അതൊക്കെ ബീപ്പായിരുന്നു കേട്ടോ, അതുകൊണ്ട് നമുക്ക് അത് അറിയില്ല, തെറി വിളിച്ചിട്ടുണ്ട്. അതുപോലെ ഗിസൈൽ ചെയ്തേക്കുന്ന അഭിലാഷിനെയും ഒനിയലിനെയാണ് ചെയ്തേക്കുന്നത്. അതെ, സെയിം തന്നെ. അഭിലാഷ് ഷൗട്ട് ചെയ്തുകൊണ്ട് വന്നപ്പോ ഗിസൈൽ പേടിച്ചു പോയി, എന്തിനാന്ന് അറിയില്ല, ആര്യനാണോന്ന് ചോദിച്ചപ്പോ ആര്യനല്ല വേറെ ആണെന്ന് പറഞ്ഞിട്ടൊക്കെയാ ചെയ്തേന്ന് പറയുന്നുണ്ട്. അതേപോലെ ഓണിയന്റെ വേർഡ്സ് ഇച്ചിരി ഓവറായി പോയി, അത് പറയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ്. നെഞ്ചിടിച്ചാണ്, നെഞ്ച് തകർന്നാണ്. അല്ല, ഒണിയൽ ഗിസൈലിനെ ഏതത് അതുകൊണ്ടായിരിക്കും. ബിന്നി ചെയ്തേക്കുന്നത് ആര്യനെയും ഗിസൈൽ. അതില് ആര്യന്റെ കാര്യത്തിൽ പറയുന്നുണ്ട് ബിന്നി ചിരിക്കുന്ന കണ്ടായിരുന്നു, ആര്യൻ ചിരിക്കുന്നത് കണ്ടു എന്ന് പറയുന്നുണ്ട്. പിന്നെ അതൊരു ടാസ്ക് കിടക്കുമ്പോൾ ശരിയായ കാര്യമല്ല. പിന്നെ ഗിസൈൽ റൂൾസ് തെറ്റിച്ചു. എന്തായാലും ഇച്ചിരി ലോജിക് പരമായിട്ട് ചെയ്തത് എനിക്ക് ബിന്നിയായിട്ടാ തോന്നിയത്. അതെ. പിന്നെ രേണു ചെയ്തേക്കുന്നത് അഭിലാഷിനെയും ഒനിയലിനെയാണ്. അതും സെയിം റീസൺ ആണ്. അഭിലാഷും ഒനിയലും ഭയങ്കരമായ രീതിയിൽ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ
രേണു എനിക്ക് സത്യം പറഞ്ഞാൽ രേണു എന്തിനാണോ എന്തോ, നിങ്ങൾ വോട്ട് ചെയ്യുകയാണെങ്കിൽ ദയവ് ചെയ്ത് രേണു പുറത്ത് വരണോന്ന് പറയുന്നുണ്ട്, നിങ്ങൾ പുറത്ത് കൊണ്ടുപോകാ. കാരണം ലൈവിലൊക്കെ എന്ത് രേണു ഇപ്പം നോമിനേഷൻ ചെയ്താലും അല്ലെങ്കിൽ ഈ വന്ന വോട്ടിന് വേണ്ടി പറഞ്ഞാലും എല്ലാം ബിഗ് ബോസ് രണ്ടാമതും അനൗൺസ് ചെയ്യുന്നുണ്ട് രേണുവിന്റെ അടുത്ത്. ഒന്നും കൂടെ പറയാ, ക്ലിയർ അല്ല. രണ്ടു മൂന്ന് വാക്കുകളിൽ അങ്ങ് നിർത്തും ആള്. അതാ എന്തിനാ വെറുതെ ഒരാളുടെ ഒരു ഇത് കളയുന്നത്? വേറെ ആരെങ്കിലും വഴക്കാടോ ആരെങ്കിലും വന്ന് കയറി അവിടെ നന്നായിട്ട് ഗെയിം കളിക്കട്ടെ. അതേപോലെ ശാരിക ചെയ്തത് ആര്യനെയും ഒനിയലിനെയാണ്. സെയിം റീസൺസ് ഒക്കെ തന്നെ. ശൈത്യ ചെയ്തേക്കുന്നത് അനീഷിനെയും ഗിസേലിനാണ്. ഇവിടെയാണ് ഞെട്ടിച്ചളഞ്ഞത്. അതെ, ശൈത്യ ചെയ്തേക്കുന്ന അനീഷിനെ ചെയ്തേക്കുന്നത് പറഞ്ഞാൽ 1000 പോയിന്റ് ടാസ്ക് മിണ്ടാതെ കളഞ്ഞു എന്നുള്ളത് പറഞ്ഞ് ഗിസേലിനെ കോഫി പൗഡർ ഇഷ്യൂവിന്റെ പേരിലാണ്. ആര്യനെ പറഞ്ഞിട്ടില്ല. ഇനി ആര്യനെ ചിരിക്കുന്നത് കണ്ടില്ല എന്ന് നമുക്ക് പറയാം. നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മൾ മുമ്പിരിക്കുന്ന ആര്യൻ ഇങ്ങനെ ചിരിക്കുന്നത് നമ്മൾ അല്ലെങ്കിൽ പോട്ടെ, ബിന്നി ഓൾറെഡി പറഞ്ഞല്ലോ ഞാൻ എന്റെ നേരിൽ കണ്ടയാണെന്ന്. 2-3 പേര് അവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മളിപ്പോ സംസാരിക്കുന്നതിന് മുമ്പിൽ നിന്ന് ഒരാൾ ചിരിക്കും. സദസ്സിലാണെങ്കിൽ കൂടി നമ്മൾ എന്ത് കാര്യം പറഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരാൾ ചിരിക്കും, രൂപമാറ്റം വരുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കും. ആ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ മുഖത്തൊരു ഇത് വരുമല്ലോ. അതും ശൈത്യയുടെ മുഖത്ത് ഇന്നലെ സംസാരിക്കുമ്പോൾ ഉണ്ടായിരുന്നു, കാണിച്ചായിരുന്നു ക്യാമറയിൽ. എന്നിട്ട് കൂടി ശൈത്യ കണ്ടില്ലെന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ വയ്യ. അല്ല, ആര്യം പറഞ്ഞേക്കുന്നത് ഗിസേലിനെയും അനീഷിനെയാണ്. അതില് ആര്യനാണെങ്കിൽ ലൈവില് കാണിച്ചിട്ടുണ്ടായിരുന്നു, ഭയങ്കരമായ രീതിയിൽ വന്ന് സ്റ്റോറി ഒക്കെ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് അത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ തോന്നിയത് നമ്മുടെ കഴിഞ്ഞ മുന്നത്തെ സീസണില് നമ്മുടെ റിനോഷ് ജോർജ് ആളുടെ കണക്കാണ് കേട്ടോ. ആൾക്കൊരു കാര്യമുണ്ട്, എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ സോറിയും കാര്യങ്ങളും ഒന്നും ചോദിക്കൂല. എന്നിട്ട് അടുത്ത എന്തെങ്കിലും ഒരു നോമിനേഷൻസ് വരുമല്ലോ, എന്തെങ്കിലും ടാസ്കോ നോമിനേഷനോ വരുന്ന സമയത്ത് വന്നിരുന്ന ആളെ ഭയങ്കരമായ രീതിയിൽ എനിക്ക് അന്ന് അങ്ങനെ പറ്റിപ്പോയി സോറി എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെ മുമ്പിലും പറയും. അതെന്താന്ന് വെച്ചാല് അത് ആ ഒരു ടൈമിൽ പറയുന്നത് കൊണ്ട് അത് ഓഡിയൻസിലേക്ക് എത്തുകയും ചെയ്യും, അത് ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്യും എന്നറിയാം. അപ്പൊ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ വേണ്ടി മനഃപൂർവ്വം കാണിക്കുന്ന ഒരു ട്രിക്കാണ് കേട്ടോ അത്. ഇവിടെ ആര്യൻ അത് തന്നെയാണ് കാണിച്ചതുപോലെ എനിക്ക് തോന്നിയത് കേട്ടോ. ആര്യന് ഇന്നലെ ഇത്രയും പ്രശ്നങ്ങൾ അത് കഴിഞ്ഞ് നടക്കുമ്പോഴും പറയായിരുന്നു, പക്ഷെ ആര്യൻ അത് ചെയ്തില്ല. അതെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നെവിൻ ഗിസേലിനെയും ആര്യനെയാണ് സെയിം റീസൺ തന്നെയായിരുന്നു. അക്ബർ ഗിസേലിനെയും ഒനിയലിനെയാണ് ചെയ്തേക്കുന്നത്. സെയിം അത് തന്നെ ബാഡ് വേർഡ്സ് വെച്ചിട്ടാണ്. ഗിസേലിനെ കിച്ചൺ ടീമിന്റെ പെർമിഷൻ ഇല്ലാതെ കോഫി പൗഡർ എടുത്ത് ഒളിപ്പിച്ച് വെച്ച് എന്നുള്ള രീതിയിൽ, എന്നിട്ട് അത് ഡിഫെൻഡ് ചെയ്തെന്ന രീതിയിലാണ് ഗിസേലിന് പറഞ്ഞേക്കുന്നത്. ശരത്ത് വന്നിട്ട് ആര്യനെയും അഭിലാഷിനെയാണ് പറഞ്ഞേക്കുന്നത്. അതിൽ ശരത്ത് പറയുന്ന റീസൺ എന്താണെന്ന് വെച്ചാൽ ആര്യൻ ചിരിച്ചപ്പോ ഞാൻ 2 കൊട്ടു കൊടുത്തിട്ട് അങ്ങോട്ട് മാറിപ്പോയിരുന്നു, പക്ഷെ ആര്യന്റെ ചിരി കണ്ടപ്പോ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ ചിരിച്ചു. ആരാ ഈ പറയുന്നേ? ഇന്നലെ നമ്മളെല്ലാം കണ്ടതാ. ഇന്നലെ ആര്യനോട് പോയി നിനക്ക് ചിരി വതല്ലേ, എനിക്കും ചിരി സഹിക്കാൻ പറ്റിയില്ല എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് ചിരിക്കുന്നത് ഞാൻ കണ്ടതായിരുന്നു കേട്ടോ. നമ്മൾ അത് കണ്ടിട്ട് ആര്യൻ എന്തെങ്കിലും മനസ്സിലായ, ശരത്തിനെ മനസ്സിലായ അത്രേ ഉള്ളൂ. പിന്നെ അനു വന്നിട്ട് ഗിസേലിനെയും ഒനിയലിനെയാണ് പറഞ്ഞേക്കുന്നത്. ആ സെയിം റീസൺ ഒക്കെ തന്നെയാണ് കേട്ടോ. അതില് നോറ വന്നേക്കുന്നത് ഒനിയനും ഗിസേലിനെയാണ്, സെയിം റീസൺ. സരിക വന്നിട്ട് ആര്യനെയും ഗിസേലിനെയാണ്. പിന്നെ ആര്യൻ ടാസ്ക് ചെയ്തില്ല, ചിരിച്ചു എന്നുള്ളത്. ഗിസേലിനെ മറ്റേ രേണു എന്ന് പറഞ്ഞപ്പോ ആര്യൻ കളിയാക്കി ചിരിച്ചത് അതിനെ ജസ്റ്റിഫൈ ചെയ്തു പറഞ്ഞിട്ടാണ് ഗിസേലിനെ ചെയ്തേക്കുന്നത്. അങ്ങനെ ഗിസേലിന് 10 വോട്ടും ആര്യന് 7 വോട്ടും ഒനിയലിന് 7 വോട്ടും. പിന്നെ ഇവര് ആര്യനും ഒനിയലിനും സെയിം വോട്ട് വന്നപ്പോഴത്തേക്ക് ഒന്നും കൂടി വോട്ട് ചെയ്തു എല്ലാവരും കൂടി, ആരാ പോണ്ടേ എന്നുള്ള രീതിയിൽ. അതിൽ ഒനിയലിന് 10 വോട്ട് വന്ന്, അതായത് ശൈത്യക്ക് വേണ്ടി ചിരിച്ചതിന് വേണ്ടി വാദിച്ചതിന് ഒനിയലിന് 10 വോട്ടും വന്ന് ആര്യൻ അകത്ത് പോയി. പിന്നെ ഒരു കാര്യം ചീത്ത വിളിച്ചു, നല്ല രീതിക്ക് ചീത്ത വിളിച്ചു. അങ്ങനെ കുറെ പേർക്ക് അത് ട്രിഗർ ആയിട്ടുണ്ട്. അതാണ് ഒനിയലിന് വോട്ട് വരാൻ കാര്യം. അങ്ങനെ ഗിസേലും ഒനിയലുമാണ് ജയിലിൽ പോകുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ ഒരു കാര്യം എന്താ ശ്രദ്ധിക്കേണ്ടത്, ആര്യൻ ചെയ്ത തെറ്റ് അവിടെ താന്നുപോയി. ഗിസയില് പറഞ്ഞത് അല്ല, ഓണിയല് പറഞ്ഞത് അവിടെ പൊങ്ങി വരികയും ചെയ്തു. അപ്പം യഥാർത്ഥത്തിൽ ഞാൻ ചോദിക്കട്ടെ, ചിരിച്ചത് ഇവരാരും കണ്ടില്ലെന്ന് പറഞ്ഞു. ശരി, ഈ അഭിലാഷിനെ ചെറുപ്പെടുത്തെറിഞ്ഞത് എല്ലാരും കണ്ടതല്ലേ, അപ്പൊ അത് പ്രശ്നമില്ല. അതെ, ഈ ഓണിയല് ബാഡ് വേർഡ്സ് വിളിച്ചത് പ്രശ്നമാണ്. അതേപോലെ തന്നെ അല്ലേ ആര്യൻ ഒരാളെ ചെറുപ്പെടുത്തെറിയുന്നതും മോശമായ കാര്യമാണ്. അപ്പൊ അതിനാരും എന്താ നോമിനേറ്റ് പ്രശ്നം അറിയോ? ഇവിടെ ആര്യനും ഗിസലിനെതിരെ ഇവര് സംസാരിക്കാനും ഒരു മയത്തി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അതേ രീതിയിലാണ് അവരോട് അപ്രോച്ച് ചെയ്യുന്നത്. അവരുടെ വീണ്ടും ശ്രദ്ധിച്ചാൽ മതി, നല്ല ഭയങ്കര കമ്പനിയായിട്ട് ഭയങ്കര കംഫർട്ട് ലെവലിൽ നിന്നിട്ട് അവർ സംസാരിക്കും. അല്ല, ഇത് പിന്നെ ഷാനവാസ് ലൈവിൽ ഒണിയലിനോട് പറയുന്നുണ്ടായിരുന്നു, നമുക്കിപ്പം എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് നമുക്ക് പ്രതികരിക്കാം, പക്ഷെ അത് ഒരു പരിധി, ഒരു ബാഡ് വേർഡ്സ് ഒക്കെ നോക്കിയിട്ട് വേണം. കാരണം ഇവിടെ ഇപ്പൊ കണ്ടില്ലേ, ആദ്യം ചെയ്തത് അവിടെ ചെറുതായി, ഒണിയൽ വിളിച്ച ബാഡ് വേർഡ്സ് അവിടെ വലുതായി പോയി.
അത് സംസാരം തെറ്റാണ്. ഒരു മെയിൻ കാര്യം തന്നെ. കാര്യം ഗിസയിൽ കഴിഞ്ഞ വീക്കില് റൂൾ തെറ്റിച്ചിട്ടും അനുവിനാണ് പണി കിട്ടിയത്. അതെ, അതാണ് പ്രശ്നം. അതപ്പോ സംസാരിക്കുന്നതും നമ്മൾ സമീപിക്കുന്ന രീതിയും തെറ്റാണെങ്കിൽ തെറ്റ് ചെയ്തവൻ പൊങ്ങിയിരിക്കും, തെറ്റ് ചെയ്യാതെ അല്ല ഇതില് ലൈവില് നമ്മൾ കണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു അല്ലേ, ഉണിയിൽ പറയുന്നുണ്ട് എനിക്കിപ്പം ഞാൻ ബാക്കി ടാസ്ക് എല്ലാം ക്ലിയർ ആയിട്ട് ചെയ്തായിരുന്നു, എനിക്ക് ക്യാപ്റ്റൻസിയിൽ മത്സരിക്കണമെന്ന് താല്പര്യമുണ്ട്, അപ്പൊ പറ്റുമെങ്കിൽ ആരെയും പോകുന്നു പറയുമ്പോൾ അവിടെ അനു ഇരുന്ന് ഭയങ്കര വലുതായിട്ട് വലിച്ചു നീട്ടി ഇല്ല ഉണിയിൽ പോയാൽ മതി ആരെയും പോകണ്ട. അത് മനസ്സിലായില്ലേ, കോംബോ ഓടിക്കാൻ നോക്കുന്നത്. എല്ലാരും വോട്ട് ചെയ്യട്ടെ. അപ്പൊ അനു വേണ്ട വോട്ടിംഗ് ഒന്നും വേണ്ട, ഭൂരിപക്ഷ തീരുമാനം ഒണിയിൽ പോയാൽ മതി. അപ്പോഴത്തേക്ക് അവിടെ എല്ലാരും പറയാം അങ്ങനെയല്ലല്ലോ, ഭൂരിപക്ഷ തീരുമാനം എടുത്തിട്ടല്ലേ പോണ്ടേന്ന് പറഞ്ഞിട്ടാണ് പിന്നെ വോട്ടിംഗ് നടന്നേട്ടോ. അനു എന്താണോ കാണിച്ചു അനു നല്ല ആര്യനായിട്ട് കോംബോ ഓടിക്കാൻ നോക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടാ ഇത്. പക്ഷെ ബിഗ് ബോസ് അത് വെളിയിൽ കാണിക്കാതിരിക്കുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ കണ്ടാനെ. അതെ, അത് നെവിൻ ഓൾറെഡി ഇന്നലെ പറയുകയും ചെയ്തു, ഭയങ്കരമായിട്ട് രീതിയിൽ അഭിനയിക്കുന്നുണ്ടെന്ന് അതിന് വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഒനിയലും രണയും തമ്മിലുള്ള ഒരു പ്രോബ്ലം. അയ്യോ, രണയുടെ ഓരോ ഗസ്റ്റേഴ്സും സംസാരവും ഒക്കെയാണ് ഏറ്റവും അങ്ങോട്ട് കയറി ചെന്ന് ട്രിഗർ ചെയ്യുക തന്നെയാണ്. ഓരോ രൂപവും ഇതും കാണിച്ചിട്ട് തന്നെ ട്രിഗർ ചെയ്യുന്നത്. അത് ഭയങ്കരമായിട്ട് നമുക്ക് ദേഷ്യം വരും. പ്രത്യേകിച്ച് ബോയ്സിന്, ഞാൻ ഉള്ളത് പറയാ, ബോയ്സിനൊക്കെ ആകുമ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊക്കെ യൂഷ്വലി ബാഡ് വേർഡ്സ് വിളിക്കുന്നവരാ. ഇങ്ങനെ ഒരു ഷോയിൽ വന്നാൽ അത്രയും ട്രിഗർ ആകുമ്പോഴത്തേക്കും നമ്മുടെ വായിന്ന് അറിയാതൊക്കെ അങ്ങ് വീഴും. അത് അമ്മാതിരി കാണിക്കുന്നത്. അതെ, അപ്പൊ ഒണിയിൽ ഇവിടെയും പറയുന്നുണ്ട് കേട്ടോ, രണയും ഇവിടെ മോശമായിട്ട് സംസാരിക്കുന്നുണ്ട്, ഒണിയിലും മോശമായിട്ട് പറയുന്നുണ്ട്, വീട്ടുകാരെ പറയുന്നുണ്ട്, രണ അതിനനുസരിച്ച് കോക്രൂത്തി കാണിക്കുന്നുണ്ട് രണ്ടുപേരും. അപ്പൊ ഷാനവാസ് വന്നിട്ട് പറയുന്നുണ്ട് ഒരു പൊടിക്ക് ഒതുങ്ങ്, ഇതൊന്നും നിർത്തുന്ന പറയുമ്പോ ഷാനവാസിന്റെ മേളിലും കയറുന്നു. ഷാനവാസ് എന്റെ പൊന്നെ ഞാനില്ലെന്ന് പറഞ്ഞു ഷാനവാസ്. അതെ, അവര് ഒരു വല്ലാത്തൊരു ഇതായിരുന്നു കേട്ടോ. ഐനെന്നും പറഞ്ഞിട്ട് സത്യം പറയാലോ, നമുക്ക് മുമ്പൊക്കെ ഐനെന്നൊക്കെ ഇവര് നമ്മുടെ വേറൊരു ഡിസ്ട്രിക്ട് കാര്യങ്ങളൊക്കെ പറയുമ്പോ നമുക്ക് കേൾക്കാൻ ഒരു രസമായിരുന്നു. പക്ഷെ ഇപ്പൊ അയിനെന്ന് പറഞ്ഞൊരു സംഭവം ഞാൻ വെറുത്തുപോയി. ഇതൊക്കെ കഴിഞ്ഞിട്ട് അപ്പാനെ അഭിലാഷ് അത് എന്താ സംഭവം എന്ന് അറിഞ്ഞില്ല. അപ്പനെ നീ തള്ളക്ക് വിളിച്ചിട്ടില്ലേ എന്ന് പറഞ്ഞ അഭിലാഷ് നോക്കുന്നു. അപ്പാനെ പറഞ്ഞു ഞാൻ വിളിച്ചിട്ടില്ല. അപ്പം അഭിലാഷ് പറഞ്ഞു ഇല്ലടാ ഇന്നലത്തെ ടാസ്കിൽ നീ ഗിസേലിന്റെ എന്ന് പറഞ്ഞിട്ട് വിളിച്ചതോ എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പാനെ അങ്ങനെ ഉണ്ടെങ്കിൽ എന്തായാലും ക്യാമറയിൽ പതിഞ്ഞാണല്ലോ, ക്യാമറയിൽ തെളിയട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പാനെ പോയി ആര്യനോട് പറയുന്നത് ഇവൻ എന്തൊക്കെ പറയണേ, ഇവൻ ഭയങ്കര ഷോയറൊക്കെ, ഇവൻ പറയുന്നത് ഞാൻ അങ്ങനെ വിളിച്ചിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ വന്ന് എന്നെ ഇവര് ടാസ്ക് കഴിഞ്ഞപ്പോൾ ഒരു കോമഡിയിൽ ഇരുന്നപ്പോൾ എന്നെ വന്നിങ്ങനെ പെട്ടെന്ന് കുടിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ തള്ള എന്നിങ്ങനെ പറഞ്ഞിട്ട് അവിടെ ഇരുന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് പറഞ്ഞത്, അതൊക്കെ ഇവര് ഇപ്പൊ ട്വിസ്റ്റ് ചെയ്ത് വേറെ രീതിയിലാക്കി പറയുന്നത്. ഷോ ഇറക്കാനങ്ങാണ്ട് അഭിലാഷിന്റെ അടുത്ത് ഒന്ന് പറഞ്ഞായിരിക്കും, പക്ഷെ അത് കേൾക്കുമ്പോ അത് ഇഷ്ടപ്പെടത്തില്ലല്ലോ എല്ലാവർക്കും. അപ്പൊ അങ്ങനെ വെച്ച് പറഞ്ഞതാ. അത് അപ്പനയുടെ മിസ്റ്റേക്ക് തന്നെ, അങ്ങനെ ഒന്ന് പറയരുത്. ഷോ കാണിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ഒന്ന് പറയരുത്. അത് ഇങ്ങനെയുള്ള കാര്യമാണോ ഷോ കാണിക്കാൻ പറയുന്നത്? ഇതൊക്കെ കഴിഞ്ഞിട്ട് ക്യാപ്റ്റൻസി ടാസ്കിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുത്തു. അത് 13 വോട്ട് ഷൈത്യക്ക് 13 വോട്ട് ക്യാപ്റ്റൻസി ടാസ്ക്. എന്ത് ചെയ്തിട്ടാണോ എനിക്കറിയാൻ പോയി. ഒരു ജീവിതകഥ ടാസ്കില് ആരെയും ചിരിച്ച്, പിന്നെ മറ്റേ ടാസ്ക് കളിച്ച് എല്ലാവരും കളിക്കുന്ന പോലെ തന്നെ കളിച്ചത്. പ്രത്യേകിച്ച് ഇതായിട്ടൊന്നും നമുക്ക് തോന്നിയില്ല. പിന്നെ 6 വോട്ട് ശരത്തിനും 6 വോട്ട് ബിന്നിക്കും കിട്ടി കേട്ടോ. അങ്ങനെ ഇവരെ 3 പേരാണ് സെലക്ട് ആയിരിക്കുന്നത്. നെവിന് കിട്ടായിരുന്നതില് നമുക്ക് അത് പറയുന്നുണ്ട്, അതായത് ഒനിയലും അഭിലാഷും ഷാനവാസും കൂടെ അതിനെപ്പറ്റി പറയുന്നുണ്ട്. അതായത് ഒനിയൽ പറയുന്നത് ഫ്ലാഗ് ടാസ്കിലും ജയിച്ച്, അതേപോലെ സൂപ്പ് പിടിക്കുന്നതും ഡിബേറ്റിലെല്ലാം നെവിൻ ജയിച്ചിട്ടുണ്ട്, നല്ല പെർഫോം ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം കണ്ടന്റ് എല്ലാം നല്ല രീതിക്ക് കൊടുക്കുന്നുമുണ്ട് ആള്. അപ്പൊ ഒരു നോമിനേഷൻ എത്രയും കുറവ് നെവിന് വന്നിട്ടില്ല എന്നുള്ളതാണ്. അതേപോലെ ഒണിയിലും പറയുന്നുണ്ട്, ഞാൻ ഡിബേറ്റിലാണെങ്കിലും ആനിമൽ ടാസ്കിലാണെങ്കിലും ഫുഡ് ടാസ്കിലൊക്കെ ആണെങ്കിൽ ഞാനും ജയിച്ചതാ, എന്റെ പേരും അവർ പറഞ്ഞില്ല അനോര, ഞാനിപ്പോ ജയിലിലായി. ചീത്ത വിളിച്ചതിന്റെ പേര് മാത്രം ഇതിലെല്ലാം തഴിഞ്ഞു. ഓക്കെ, അപ്പം ഇവരെന്തായാലും ഗ്രൂപ്പിനെ പിടിക്കും, ഗ്രൂപ്പിനെ താഴ്ത്തും, ഇനി അങ്ങനെ വെച്ചോണ്ടിരിക്കാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞിട്ട് ഇവിടെ നെവിനും ഷാനവാസും അഭിലാഷും ഒണിയലും കൂടെ ഇങ്ങനെ ഒരു സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത് ഇവർക്ക് ഒരു നമ്മുടെ സ്പോൺസർ ടാസ്ക് ഉണ്ടല്ലോ, അത് വന്നിട്ടുണ്ടായിരുന്നേ. ഹെൽത്തി ഗ്രോസിന്റെ സ്പോൺസർ ടാസ്ക് ആണ് വന്നേക്കുന്നത്. അത് പാചകമേള എന്നുള്ള ഒരു സംഭവമാണ് വന്നേക്കുന്നത്. അതായത് നമ്മുടെ അവിടുത്തെ പെരുങ്കായം ഉണ്ടല്ലോ, കായം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ഇവർക്ക് അവിടെ കൊടുത്തിരിക്കുന്ന ഡിഷസ് ഉണ്ടാക്കണമെന്നായിരുന്നു. 2 ടീമായിട്ട് തിരിയണം. 7 പേര് വെച്ചിട്ടായിരിക്കും ഓരോ ടീമിലുള്ളത്. 3 പേരായിരിക്കും ജഡ്ജസ് ആയിട്ട് വരുന്നത്. റെസിപ്പി ബോർഡിൽ നിന്നും റെസിപ്പി എടുത്ത് കുക്ക് ചെയ്യണം. റെസിപ്പിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. 2 പേര് വെച്ചിട്ടായിരിക്കും 2 ഡിഷ് കുക്ക് ചെയ്യേണ്ടത്. ബാക്കി 3 പേര് ആ ഡിഷസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ആ ഫുഡ് പ്രൊഡക്റ്റിന്റെ എല്ലാ ഡീറ്റെയിൽസും എല്ലാം പറയണം, അവതരണം എല്ലാം നോക്കും. അതെ, ഉണ്ടാക്കിയതും എല്ലാം എങ്ങനെയാണെന്നും എല്ലാം വന്നിട്ട് ജഡ്ജസിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ബസർ റൗണ്ട് ആണ്. വിജയിച്ച ആൾക്ക് ഒരു
എന്താ പറയാ ഒരു സമ്മാനം ഉണ്ട് കേട്ടോ. അതായത് ഈ ഒരു ആദ്യത്തെ ടീം എന്ന് ഒരു രണ്ടുപേര് വന്നിട്ട് ഒരു ഡിഷ് ചെയ്യും, അത് അതേപോലെ ടീം ബി നിന്ന് രണ്ടുപേരും ഒന്ന് ചെയ്യും. ബസർ അടിക്കുമ്പോൾ അത് അവരെ ക്ലോസ് ചെയ്തിട്ട് പിന്നെ അടുത്ത ടീം എന്ന് രണ്ടുപേര് വരും, ടീം ബി നിന്ന് വേറെ ജനക്ക് ഓരോ ഡിഷ് ചെയ്യും. അപ്പോ ടീം എയില് ബിന്നി, അപ്പാനി, സരിക, ഗിസൈൽ, അനീഷ്, അക്ബർ, റെന ഫാത്തിമയാണ് ഉള്ളത്. ടീം ബിയില് ഷാനവാസ്, ആദിൽ നൂറ, ശൈത്യ, അനു, ഒനിയൽ, ആര്യൻ, രേണു സുധി, ഇവരിത്രയുമാണ് ടീം ബിയിലും ഉള്ളത്. അപ്പൊ നമ്മുടെ ഷാനവാസും മനുവും ആണ് ആദ്യം വന്നത്. അപ്പൊ അവർക്ക് ഉണ്ടായിരുന്നത് മോക്ടെയിൽ ആയിരുന്നു കേട്ടോ, പൈനാപ്പിൾ കോക്കനട്ട് മോക്ടെയിൽ ആയിരുന്നു അവർക്ക് ഉണ്ടാക്കാൻ ഉണ്ടായിരുന്നത്. അടുത്തത് മറ്റേ ടീമിൽ നിന്ന് വന്നിരുന്നത് ഗിസയിലും സരികയായിരുന്നു കേട്ടോ. അവർക്കുണ്ടായിരുന്നത് ജൽജീര ആയിരുന്നു കേട്ടോ അവർക്കുണ്ടാക്കാൻ ഉണ്ടായിരുന്നത്. അപ്പൊ രണ്ടുപേരും കുക്ക് ചെയ്യും എടുക്കുകയൊക്കെ ചെയ്തു. അടുത്തത് പിന്നെ രണ്ടാമതായിട്ട് വന്നത് അപ്പാനി ബിന്നിയും ആയിരുന്നു ഒരു ടീമിൽ നിന്ന് വന്നത്. അവർക്ക് നമ്മുടെ സംഭാരമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ ശൈത്യയും ആദിൽ നൂറയായിരുന്നു, അവർക്ക് രസമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോ ജഡ്ജസ് ആയിട്ടിരുന്നത് ഷാരിക, നെവിൻ, അഭിലാഷ് ആയിരുന്നു കേട്ടോ. അപ്പോ അവര് എല്ലാ ഫുഡും ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കി. എന്നിട്ട് മോര്, അതായത് ടീം ബിയുടെ മോരും മോക്ടെയിലും അവർക്ക് സൂപ്പറായിട്ട് തോന്നി. ടീം ബിക്കാണ് അവര് കൊടുത്തത്, കാരണം നല്ലതായിരുന്നു ആ മോക്ടെയിൽ ഉണ്ടാക്കിയ. അത് മാത്രമല്ല ഒനിയലിന്റെ പ്രസന്റേഷൻ നല്ല സൂപ്പർ ആയിരുന്നു, നല്ല രീതിക്കായിരുന്നു പ്രസന്റേഷൻ ചെയ്തത്. അപ്പൊ ഡിഷസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു, അതേപോലെ ആഡും നല്ല രീതിക്ക് പറഞ്ഞു. അങ്ങനെ ടീം ബിക്കാണ് ജഡ്ജസ് വിധിച്ചത് വിന്നറായിട്ട്. അതെ, ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അനുവും ഷാനവാസും ഒക്കെ കൂടിയിട്ട് അവിടെ ഇരുന്നത് സരികയൊക്കെ കൂടി ഇങ്ങനെ ഇരിക്കുമ്പം അനു പറയുന്നുണ്ട് പുതിയ ഗ്യാങ് ഒക്കെ ഇവിടെ ഫോം ആയിട്ടുണ്ട്. ഷാനവാസ്, അബി, ഒനിയൽ, നെവിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട് ഗ്രൂപ്പുകളെ പൊട്ടിക്കാനുള്ള ഒരു ഗ്രൂപ്പ് എന്ന രീതിയിലാണ് ഷാനവാസ് അവരൊക്കെ പറയുന്നത്. കണ്ടറിയാൻ ഇനി ഇത് ഏത് രീതിയിൽ പോകും. അതെ, അപ്പൊ നമ്മുടെ സരിക പറഞ്ഞു ഗ്രൂപ്പുകളെ പൊട്ടിക്കാൻ ഗ്രൂപ്പായിട്ട് ഇറങ്ങേണ്ട കാര്യമില്ലല്ലോ, ഒറ്റയ്ക്ക് നിന്നാൽ മതിയല്ലോ എന്ന് പറയുന്നത്. അപ്പോഴത്തേക്ക് അനു പറയുന്നത് എന്നെ പോലെ ഒറ്റയ്ക്ക് അനു എപ്പോഴാ ഗ്രൂപ്പ് കൂട്ടിക്കാൻ നിന്നത് എനിക്ക് മനസ്സിലാവും. അനുവിന്റെ കാര്യം പറഞ്ഞ് കരയും വെള്ളം വെക്കും വാദിക്കും, ഇത്ര ഞാൻ കണ്ടിട്ടുള്ളൂ. ഗ്രൂപ്പ് പൊട്ടിക്കുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് അനു പറയുന്നുണ്ട് ഇവിടെ ഇപ്പൊ സരിക ചേച്ചി ഇടയ്ക്ക് ഒരു ഗ്രൂപ്പിൽ പോകുന്നതാണെന്ന് പറഞ്ഞു. സരിക ഇല്ല ഞാൻ ചുമ്മാ പോയിരുന്നു, അവരെന്തൊക്കെ പറയുന്നതെന്നൊക്കെ കേൾക്കത്തുള്ളൂ, ഞാൻ എന്റെ നോമിനേഷൻ പോലും അവരോട് പറയാറില്ല, ഒറ്റയ്ക്കാ ഞാൻ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അതെ, ഇനി അടുത്ത പണിപ്പുര കയറാനുള്ള ടൈമാണ് കേട്ടോ. അതായത് 78 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇവർക്ക് പണിപ്പുരയിൽ കയറാനുള്ള ഒരു ടൈം കിട്ടിയിരിക്കുന്നത്. അതായത് നീണ്ട 78 മണിക്കൂറിന് ശേഷമാണ് ലോക്ക് തുറക്കുന്നത്. അത് ഈ 2050 പോയിന്റ് ഇവർക്ക് ഉള്ളു കേട്ടോ, 5 പേർക്ക് പോകാൻ പറ്റും. അത് അനീഷ്, ഒനിയൽ, നെവിൻ, ഗിസൈൽ, ബിന്നി, ഇവർ ഇത്രയും പേരാണ് പോകുന്നത്. കാര്യമായിട്ട് ഓടി 20 സെക്കൻഡ്. അപ്പൊ ഇവര് കാര്യമായിട്ട് ഓടി പോകുന്നുണ്ട് ബസറടിക്കുമ്പോൾ. അങ്ങനെ സാധനം എല്ലാം വലിച്ചവരി എടുക്കും, നല്ല രീതിക്കൊക്കെ എടുത്തു. പക്ഷെ തിരിച്ചു ഓടാൻ നേരത്തിട്ട് ഒനിയൽ ഒരു പൊടക്കോന്ന് പറഞ്ഞൊരു വീഴ്ച വീഴുന്നുണ്ട് മലന്ന്. ഒനിയൽ എണീറ്റ് പോകാൻ പോലും പറ്റാത്ത രീതിയിലാണ് മണ്ടേ കൂടെ ചാറി ബാക്കിയുള്ളവരെല്ലാം ഇറങ്ങി. അത് കാര്യമായി. പക്ഷെ ഒനിയൽ ബസർ കഴിഞ്ഞിട്ടല്ലേ ഇറങ്ങിയേ? ബസർ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. പിന്നെ വീണയല്ലേ, അതിപ്പം അതുകൊണ്ടാണ് ബിഗ് ബോസ് വലിയ ഇതായിട്ട് ആകെ ഇച്ചിരി ഉള്ളു. ഇനി അതും കൂടി ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ടൊക്കെ കൊടുത്തേ ആയിരിക്കും. അല്ല വീണോണ്ടായിരിക്കാം, കാരണം വീണൊരാൾക്ക് എണീക്കാൻ പറ്റില്ലല്ലോ. ആ ടൈമിൽ എണീറ്റ് പെട്ടെന്ന് എന്താ പൊന്നെ, അതുപോലെ 5 വരിയായി. അല്ല ഒനിയൽ എടുത്തിട്ട് വന്നില്ലെങ്കിൽ ഇന്ന് വീട്ടുകാരെല്ലാം കൂടെ കൊന്നേനെ. കാരണം ഇന്നലെ ഞാൻ പോകുന്നു എനിക്ക് ടൈം തരുന്നില്ലെന്ന് വഴക്കിട്ട് വാങ്ങിച്ചതാ ഒനിയൽ. അതെ, അങ്ങനെ കുറെ ഐറ്റം ഒക്കെ വാങ്ങി കൂട്ടിയിട്ടുണ്ട്. അതായത് ഇവർക്ക് എന്തൊക്കെ കിട്ടിയെന്ന് വെച്ചാൽ ഡ്രൈ ഫ്രൂട്ട്സ് കിട്ടി, സാൻഡ്വിച്ച് കിട്ടി, ദോശ ആൻഡ് ചട്നി കിട്ടി, ദോശ ബാറ്റർ കിട്ടി, സമൂസ കിട്ടി, ചിക്കൻ ടിക്ക കിട്ടി, പനീർ ടിക്ക കിട്ടി, കോക്കനട്ട് ഓയിൽ, കിവി, ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ, കേർഡ്, കുമിങ് സീഡ്, വൈറ്റ് ബ്രെഡ്, തേൻ മിഠായി, യോഗേർട്ട്, ഗ്രാം ഫ്ലോർ, മൈദ, നൂഡിൽസ്, പിക്കിൾസിന്റെ കോംബോ കിട്ടി. പിന്നെ ഇത് കൂടാതെ ജീരകം വേണമല്ലോ, പിന്നെ ശരത്തിനും അനീഷിനും ഡ്രസ്സും കിട്ടി കേട്ടോ. ഇത്ര സാധനമൊക്കെ ലക്ഷറി ആയിട്ട് വാങ്ങിയിട്ടുണ്ട്. അതെ, അല്ല കുറെ സാധനം ഉണ്ട്. ചോക്ലേറ്റ് കേക്ക് ഒക്കെ ഇല്ലേ, കിവി ഒക്കെ ഉണ്ട്. പിന്നെ അത് പോരാനായിട്ട് ഒരു ചെറിയ പീസ് കിട്ടും. 20 പേർക്കും കൂടെ കൂടിയിട്ടുള്ളതായിരിക്കും കൊടുക്കുന്നത്, അങ്ങനെയാണ് തോന്നുന്നത്. ശരി ശരി, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒരു 2-3 പീസ് കൊടുത്തിട്ട് 17 പേര് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ മാറത്തില്ല. എന്തായാലും അത് എടുത്ത പിന്നെ അതിനുശേഷമാണ് അനീഷും ബാക്കി എല്ലാരും കൂടി ഇരിക്കുക. ഒരു ഡിവോഴ്സിന്റെ കാര്യം പറഞ്ഞ അനീഷൊരു തുടക്കം കിട്ടും. പിന്നെ ഒരു പൂരമായിരുന്നു, പൂരപ്പറമ്പായിരുന്നത്. അതെ, അതായത് അനീഷ് ജസ്റ്റ് ഇങ്ങനെ ഒരു ഡിവോഴ്സ് എന്ന് പറയുന്നത് ഒരാളുടെ മാത്രം തെറ്റല്ല, അത്
രണ്ടുപേരെയും കൂടെ തെറ്റാണ്, രണ്ടുപേരും മ്യൂച്വൽ ആയിട്ട് ചെയ്താൽ മാത്രമേ അത് ഡിവോഴ്സ് ആവുള്ളൂ എന്ന് പറഞ്ഞിട്ട് അനീഷ പറഞ്ഞത് കേട്ടോ. ഉടനെ അക്ബർ കള്ളു കുടിച്ച് വീട്ടിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഭാര്യ തല്ലുന്നത്, അപ്പൊ ഭാര്യ ഡിവോഴ്സ് വാങ്ങിക്കാൻ അത് ആരുടെ തെറ്റാന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അനീഷ് പറയുന്നുണ്ട് മദ്യപിച്ച് വന്ന് ഒരാള് തല്ലി എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാരും കൂടെ ചാടി കേറുന്നുണ്ട് കേട്ടോ. മദ്യപിച്ചൊന്നും ഒരാളിപ്പോ തല്ലുവാണെങ്കിൽ അത് പറയാതെ ആളുടെ തെറ്റ്, ഭാര്യയുടെ തെറ്റ് എന്ന് ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേക്കും അങ്ങ് തുടങ്ങി എല്ലാണും കൂടി ചാടി അങ്ങ് വീണ്. അത് പുള്ള് കേൾക്കാൻ എന്തോ പറയുന്നത് നമുക്ക് പുള്ള് കേൾക്കണമല്ലോ. ഭാര്യയുടെ തെറ്റ് ബാക്കി ഇനി എന്തോ പറയുന്നതെന്നും കൂടി കേട്ടാലല്ലേ നമുക്ക് ആ ഒരാളുടെ ഒരു ഒപ്പീനിയൻ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അതിന് മുമ്പ് എല്ലാണും കൂടി ചാടി അങ്ങ് വീണ് എല്ലാരും കൂടി ഭയങ്കര ബോളം. അക്ബറൊക്കെ അങ്ങ് ചാടല്ല, അപ്പാനിയൊക്കെ എവിടുന്നാ ചാടി, സൂപ്പർമാൻ പോലും ഇങ്ങനെ ചാടത്തില്ല, അതേമാതിരി ചാടിയൊക്കെയാണ് വരുന്നത്. ആദില വന്നിട്ട് അങ്ങനെയാണെങ്കിലും അംഗീകരിച്ചു പോകേണ്ട ഒരു കാര്യമില്ലെന്ന് പറയുമ്പോഴത്തേക്ക് അനീഷ് പറയുന്നുണ്ട് ആ സ്ത്രീക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അപ്പൊ ഇങ്ങനെ കേട്ട് നിൽക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞപ്പോ അപ്പൊ ഷാരിക പറയുന്നുണ്ട് എക്സെപ്ഷണൽ കേസുകളിൽ അങ്ങനെ ആവാന്ന് പറയുമ്പോഴത്തേക്ക് അക്ബർ ഷാരികയുടെ മുകളിലോട്ട് എന്ന് വീഴുന്നുണ്ട്, അതായത് വഴക്ക് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അല്ല, ഒരു കാര്യം ശ്രദ്ധിച്ചാ ഇപ്പൊ അനീഷിന് ഇങ്ങനെയുള്ള ഓരോ ചില വെടലത്തരം മണ്ടത്തരമൊക്കെ ഇടയിൽ പറയാറുണ്ട്. അപ്പൊ അത് എല്ലാത്തിലൊന്നും അല്ല, ചില കാര്യങ്ങൾ പറയാറുണ്ട്. അങ്ങനെ അതിൽ ആരെങ്കിലും പിടിച്ച കണ്ടന്റ് കിട്ടും, സ്ക്രീൻ സ്പേസ് കിട്ടും, ഇവർക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അങ്ങനെ അറിയുമ്പോഴത്തേക്കും അനീഷ് ഒരു കാര്യം പറഞ്ഞു വന്നപ്പോഴത്തേക്കും ശ്രദ്ധിച്ച ഒരു കണ്ടന്റ് ഞാനായിട്ട് അല്ലെങ്കിൽ എനിക്ക് ഉണ്ടാക്കണം എന്ന രീതിയിലാണ് ബാക്കിയുള്ളവർ ചാടി വരുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നിയത് സ്ക്രീൻ സ്പേസ് എനിക്ക് കിട്ടണം എന്ന രീതിയിൽ ബേളം വെച്ച് വരുന്ന പോലെയാണ് ബാക്കിയുള്ളവർ വാദിക്കുന്നത്. എന്തോ അനീഷ് പറഞ്ഞ് ഫുള്ള് കേട്ടിട്ട് സംസാരിക്കല്ലേ അവർ ചെയ്യുന്നത്. തിരിച്ചങ്ങ് വാദിക്കോ, താൻ പറയുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് താൻ പോടോ എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചിവരൊന്ന് റേസ് ആവുകയും. അതായത് ഒരു സെന്റൻസ് പറയുന്ന അനീഷ് കംപ്ലീറ്റ് ചെയ്തില്ല, നമുക്ക് തന്നെ അറിഞ്ഞൂടെ അനീഷ് എന്തോ അടുത്ത് പറയാൻ പോയിന്ന്. അതിനു മുമ്പേ ഒരു സ്ക്രീൻ സ്പേസ് കിട്ടണം. അങ്ങനെ ആ വഴക്ക് പിന്നെ ഷാരിക അക്ബറും തമ്മിലുള്ള വഴക്കായി മാറി. ഷാരിക പറഞ്ഞത് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. കാര്യം ഷാരിക പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മദ്യപിച്ച് വരുന്ന ഒരു വ്യക്തി കുറെ അടിക്കുന്നുണ്ട് ഭാര്യയെ. അപ്പൊ ഭാര്യ അത് ഡിവോഴ്സിന് അല്ലാത്ത സമയത്ത് ഭർത്താവ് നല്ല സ്നേഹമാണ്, അതിന്റെ പേരിൽ എനിക്ക് പുള്ളിക്കാരനെ ഡിവോഴ്സ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അത് ഭാര്യയുടെയും കൂടി തെറ്റാ. അതുള്ളത് തന്നെ തെറ്റ് തന്നെയാ അത്. പക്ഷെ ഇവരാരും അത് കേട്ടിട്ടും അനീഷിന്റെ സൈഡിൽ നിന്ന് സംസാരിക്കുകയാണ്. അനീഷിന് എതിരാണ്. അനീഷ് പറഞ്ഞു വരിക എല്ലാ കേസിലും നിന്ന് അനീഷ് പറഞ്ഞു, എല്ലാ കേസിലും അല്ല ചില കേസുകൾ. പക്ഷെ ഷാരിക പറഞ്ഞ ചില കേസുകളിൽ നിന്നാ അതിനെ എല്ലാരും കൂടി ഷാരികക്കെതിരെ കലിപ്പിച്ചിരിക്കുക. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാരികയുടെ ഓൾറെഡി അക്ബറിനാണെങ്കിലും ആദിലിനാണെങ്കിലും ഇവർക്കെല്ലാം കലിപ്പുണ്ട്. അത് വെച്ചിട്ടങ്ങ് അവരങ്ങ് തീർക്കുക, ചുമ്മാ നടന്നങ്ങ് സംസാരിക്കുക. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ എനിക്കിപ്പം അനീഷ് പറഞ്ഞത് ഫുള്ള് നമ്മൾ കേട്ടിട്ടില്ല, ഫുള്ള് പോയിന്റ് കേട്ടിട്ടില്ല. അനീഷ് രണ്ടാമത് പറയാൻ വന്നത് ഇവര് ബ്ലോക്ക് ചെയ്തായിരുന്നു. അങ്ങനെ അതുകൊണ്ട് നമുക്കത് ഉറപ്പിച്ച് എന്തോന്ന് പറയാം. ഷാരിക അത് പറയുമ്പോൾ അതിൽ രണ്ടാം സ്ത്രീക്ക് മനസ്സിലാവാത്തോണ്ട് അതാണ് മനസ്സിലാവാത്തോണ്ട് നമുക്കത് ആ ഒരു കേസല്ലേ പറയുന്നത്. മനസ്സിലാവാത്തോണ്ടെന്ന് പറഞ്ഞിട്ട് ഷാരിക പറഞ്ഞ തെറ്റെങ്ങനെ? അനീഷ് പറഞ്ഞതിലും തെറ്റുണ്ട്. കേരളത്തിൽ എല്ലാവരും മ്യൂച്വൽ ഡിവോഴ്സ് രണ്ടുപേരും ഉണ്ടെങ്കിൽ ഡിവോഴ്സ് അങ്ങനൊന്നും പറയാൻ പറ്റില്ല. എല്ലാവരുടെ കേസും ഡിഫറെന്റ് ആണ്. പക്ഷെ അനീഷ് എന്തുവാണ് അത് പറഞ്ഞു തീർത്തിട്ടില്ല പോയിന്റ്. തെറ്റ് എന്ന് പറഞ്ഞിട്ട് അടുത്ത് എന്തോ ആ പുള്ളി വസ്തുത പറയുന്നതെന്ന് നമുക്ക് അറിയത്തില്ല. അത് പറഞ്ഞിട്ടാണ് ഇവര് വാദിക്കുന്നെങ്കിൽ ഓക്കെ, അത് ചിലപ്പോ വേറെ അത് അനീഷ് തന്നെ പറയുന്നുണ്ട്. ഞാൻ എന്താ പറയുന്നതെന്ന് മൊത്തത്തിൽ ഒന്ന് പറയാൻ സമ്മതിക്കാനുള്ള ബോധം പോലും ഇല്ലെന്ന് പറയുമ്പോഴത്തേക്ക് ഷാരിക അനീഷിനോട് വേണം. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇത്രയും വോട്ട് ഇവിടെ ഉള്ളവർ ചെയ്തിട്ട് അകത്ത് തന്നെ ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ വീട്ടുകാരെല്ലാരും കൂടെ അതായത് അതുകൊണ്ടാണ് ഷാരിക ഒട്ടി നിൽക്കുന്നതെന്നുള്ള രീതിയിൽ എല്ലാരും കൂടെ കാണിക്കുന്നുണ്ടോ. അതുകൊണ്ട് ഒട്ടി നിൽക്കാം, എന്താ ഒട്ടി നിന്നാല് ഇത് ഗെയിമല്ലേ, ഇത് അപ്പൊ എങ്ങനെ വേണമെങ്കിലും കളിക്കാന്നല്ലേ ഉള്ളൂ. പക്ഷെ ഇത് അനീഷിന്റെ കേസ് എന്തോ നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അതുകൊണ്ട് നമുക്ക് അത് തിരിച്ച് നമുക്ക് ക്ലിയർ ആയിട്ട് ഇതായിട്ട് പറയാൻ പറ്റത്തില്ല. അതെ, ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒണിയലിനെയും ഗിസലിനെയും ആയിട്ട് ജയിലിലാക്കിട്ടോ. അപ്പൊ ഒണിയൽ പറയുന്നത് അങ്ങനെ അവസാനം ഞാനും ഗിസയിലും ഒന്നിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഷാരിക പറയുന്നുണ്ട്, അതെ ഷാരിക പറയുന്നുണ്ട് മണിയറ ആക്കരുത്, ഇതൊരു കലവറയാണ്, ഇതൊരു മണിയറ ആക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത ജയിൽ ടാസ്ക് ആണ് ഇവർക്ക് കൊടുക്കുന്നത് കേട്ടോ. അത് ഒരു 1.5 ടാസ്ക് ആയി പോയേ. അതായത് മനുഷ്യ ക്ലോക്ക് എന്നാണ്. കുറച്ച് മണിക്കൂർ നേരത്തേക്ക് ജയിലൊരു ക്ലോക്ക് ആവും. അത് ഒനിയലും ഗിസയിലും സൂചികളാവും. അത് 2 ഇരുമ്പ് തണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ സെക്കൻഡുകൾ നമ്മൾ സെക്കൻഡ് അടിക്കുമല്ലോ ഒരു ക്ലോക്കിൽ, അതേപോലെ ആ ഇരുമ്പ് തണ്ടിൽ സൗണ്ട് ഉണ്ടാക്കണം. ഓരോ സെക്കൻഡിലും 1, 2, 3 സെക്കൻഡ് വരുന്ന പോലെ സൗണ്ട് ഉണ്ടാക്കണം. 60 സെക്കൻഡ് ആകുമ്പോൾ 1 മിനിറ്റ്, ആ 1 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് അടിക്കാത്ത ആൾ എന്ത് ചെയ്യണം, ക്ലാപ്പ് ചെയ്യണം. അതേപോലെ ഇത് കണ്ടിന്യൂ ചെയ്തിട്ട് 1 മണിക്കൂർ ആകുമ്പോഴത്തേക്കും ടൈം വിളിച്ചു പറയണം. 1 മണിക്കൂറായി എന്ന് വിളിച്ചു പറയണം. അത് ഉറക്കെ പറയണം. അപ്പൊ ടാസ്ക് എല്ലാം കഴിഞ്ഞിട്ട് ശരിയായ ടൈം ബിഗ് ബോസ് പറയും. അപ്പൊ ഇവര് പറയുന്ന ടൈമും ബിഗ് ബോസ് പറയുന്ന ടൈമും
കറക്റ്റ് ആണെങ്കിൽ ഇവർക്ക് ജയിലിൽ നിന്ന് അവരെ ഇറക്കി വിടും. ഇല്ലെങ്കിൽ ഇത് ടാസ്ക് കണ്ടിന്യൂ എന്ന് തോന്നുന്നു. പിന്നെ ഒരു 3 മിനിറ്റ് വരെ അങ്ങോട്ടോ പോസിറ്റീവോ നെഗറ്റീവോ, അതായത് അങ്ങോട്ടോ ഇങ്ങോട്ടോ വന്നാലും വിഷയമില്ല എന്നതാണ് ടാസ്ക്. പക്ഷെ എനിക്ക് ഇതുവരെ ഇത് ജയിലിൽ കൊടുത്ത ഏറ്റവും ടഫ് ടാസ്ക് ആയിട്ട് എനിക്ക് തോന്നുന്നു. അതെ, അപ്പൊ ഒരു ടൈം കിട്ടിയതെന്ന് പറഞ്ഞാൽ ആ സമയം 9 മണിയാണ് ആയത്. 9 മണിയായിട്ട് ഇനി അടുത്ത ദിവസം രാവിലെ വരെയുള്ള ടൈം ആയിരുന്നു എൻ്റെ. അപ്പം നമ്മുടെ ഉണിയിൽ എന്നുന്നുണ്ട് ഗീസയിൽ കൊടുത്ത സാധനം ഇങ്ങനെ മണി പോലെ ഉള്ളത് ഇങ്ങനെ അടിച്ചടിച്ചിരിക്കുക കേട്ടോ. കുറെ കഴിയുമ്പോഴത്തേക്ക് ഇവര് ക്ഷീണിച്ചു കേട്ടോ. അപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു. അപ്പോഴത്തേക്ക് എന്നിട്ട് ഗിസയിൽ ഓണിയലും പറയുന്നുണ്ട്, അഭിലാഷിന്റെ അടുത്തൊക്കെ രാത്രി എഴുന്നേറ്റ് വരുമ്പോൾ പറയുന്നുണ്ട്, ഒന്ന് പറയടാ, റിക്വസ്റ്റ് ചെയ്യടാ, കുറെ നേരമായി വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഉണിയിൽ കിടന്നു. ഉണിയലിന് ശരിക്കും വയ്യാതായി കേട്ടോ. ഇതിന്റെ ഇടയില് കിച്ചൺ ഏരിയയില് നമ്മുടെ നെവിൻ, ശാരിക, അനീഷും ഷാനവാസും കൂടി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു നോർമലി ഒരു സംസാരം, ഒരു ഫണ്ണി ടാസ്ക് ആയിരുന്നു. നമ്മള് നെവിൻ അനീഷിനെ അനുകരിച്ചുകൊണ്ട് ഒക്കെ പറയുന്നുണ്ട്, നല്ല രീതിക്ക് സംസാരിക്കുന്നുണ്ട്. അതായത് അനീഷിന്റെ നടത്തം കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഷാനവാസ് വരുമ്പോ പറയാം, എടാ മഴ കരുതേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു, നല്ലൊരു കോമഡി ആയിട്ട് അനീഷിനെ കാണിച്ചു. അനീഷും അവിടെ ഉണ്ട്. അനീഷ് അതിരുന്ന് നല്ല രീതിയിൽ അനീഷ് ആദ്യമേ സംസാരിച്ചിട്ട് പിന്നെ നമ്മള് തിരിച്ച് സംസാരിക്കുമ്പോൾ അനീഷ് മിണ്ടായിരിക്കത്തില്ലേ, അത് വരെ നെവിൻ കാണിച്ചു. രസമുണ്ടായിരുന്നു. അനീഷ് നല്ല രീതിയിൽ അത് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് ചിരിച്ചു. അനീഷ് ഇത്രയും ചിരിക്കുന്ന ആദ്യമായിട്ടാ, ബിഗ് ബോസ് വന്ന ശേഷം ഇങ്ങനെ ചിരിച്ചാണെന്ന് ആദ്യമായിട്ടാ. അത് അവരും പറയുന്നു, ഷാനവാസ് പറയുന്നുണ്ട്, ഇത്രയും ചിരിച്ചാണെന്ന് ആദ്യമായിട്ടാ. ഇത് കഴിഞ്ഞ് ഇപ്പുറത്തെ സൈഡിൽ ആദിലും നൂറയും നമ്മുടെ അക്ബറും ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം പുറത്ത്, അതായത് ക്ലാസ്സിന് വെളിയിൽ ഗ്രൗണ്ട് ഏരിയയില് ബിന്നിയും ശരത്തും സംസാരിച്ചോണ്ടിരിക്കുമ്പോ അവരെ ചുമ്മാ ഡബ് ചെയ്യുന്ന കണക്ക് കാണിക്കുന്നുണ്ട്. രണ്ട് പൊട്ടന്മാർ നിന്ന് സംസാരിക്കുന്ന സഞ്ചാരത്തില് ആ ഒരു ആള് പറയുന്ന കണക്ക് തന്നെ നമ്മുടെ അക്ബർ സംസാരിക്കുന്നുണ്ട്. നല്ല രസം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ സംസാരിക്കുന്നുണ്ട്. നല്ല കോമഡി ആയിരുന്നു അത്. അത് കാണാൻ ഒരു രസം ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മുടെ ഗിസയില് വീണ്ടും ബിഗ് ബോസിനോട് ക്യാമറയെ നോക്കി ഒണിയിലും കൂടെ പറയാം, ബിഗ് ബോസ് വയ്യ, ദേഹം മൊത്തം മുറിവൊക്കെ കാണിക്കുന്നുണ്ട്, എനിക്ക് വയ്യ. അപ്പൊ ഒണിയിൽ പറയുന്നുണ്ട്, ഇല്ല ബിഗ് ബോസ് വയ്യ, ഒരു തെറ്റ് ഞങ്ങൾ ഇനി ചെയ്യൂല, ഞങ്ങളെ വീട്ടിൽ വിടുന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടും എണ്ണിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവസാനം ഞാൻ നോക്കുമ്പോ ഓണിയൽ അവിടെ കിടന്ന് ഇങ്ങനെ ഉറങ്ങാൻ പോന്നു. ഗിസയിൽ അവിടെ നിന്ന് മണിയടിക്കുക, അടിയുടെ എണ്ണ ഒക്കെ കൂടി വന്നു. എന്നിട്ട് ബോർഡിൽ എഴുതി വെച്ച് 5 മണിക്കൂർ അവരെ എഴുതി വെക്കുന്നുണ്ട്, 1 hour 2 hour 3 hour. എന്നിട്ട് ഗിസയിൽ പറയുന്ന, ഒണിയൽ ഉറങ്ങിക്കോ, ഞാനും ഉറങ്ങാൻ പോകുന്ന വരെ രണ്ടുപേരും കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. അതെ, ഇതെങ്ങനെയാന്ന് അറിയില്ല. ടാസ്ക് കൊടുത്തത് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ കുറെ നേരം ജയിലിൽ കിടക്കേണ്ടി വരും. ഇത് എന്തെങ്കിലും പണിഷ്മെന്റോ കാര്യങ്ങളോ കാണും. നാളെ കാണാം നമുക്കത്. എന്തായാലും ഇതുവരെ ഉള്ള ഇത് ഇത്ര ഉള്ളായിരുന്നു. ഇന്ന് ഡേ 90 അല്ലേ? ഡേ 90 ഇന്ന് ഫ്രൈഡേ ആണോ? ഇന്ന് ഫ്രൈഡേ. ഓ, അപ്പൊ നാളെ നമ്മുടെ ലാലേട്ടൻ വരുന്ന എപ്പിസോഡാ. അപ്പൊ ലാലേട്ടൻ വരുന്ന എപ്പിസോഡാ. ഇപ്പൊ ഈ ആഴ്ചയിൽ എന്തൊക്കെ ചോദിക്കണം, എന്തൊക്കെ കാര്യങ്ങള് എന്നുള്ളത് നിങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക. അതേപോലെ തന്നെ ഗിസലിന്റെ റൂൾ ബ്രേക്കിങ്ങും അനുവിന്റെ പിന്നെ ആവശ്യമില്ലാത്ത ചോദിക്കണം, ഒനിയലിന്റെ ചീത്തവിളി ചോദിക്കണം, ആര്യന്റെ ചിരി പുച്ഛഭാവം ഇതിനെ കുറിച്ച് സംസാരിക്കണം, റേണ ഫാത്തിമയുടെയും ചോദിക്കണം, റേണ ഫാത്തിമയ്ക്കും കൊടുക്കണം. അതേപോലെ തന്നെ ഗിസലിന്റെ റൂൾ ബ്രേക്കിംഗ് ഉണ്ട്. പിന്നെ ടാസ്കിനെ കുറിച്ച് ചോദിക്കും. അനുവിന് മാത്രമല്ല ഗിസലിനും ഒക്കെ ഉണ്ട്. വീട്ടിലെ ഹൈജീൻ ഒത്തിരി പ്രശ്നമുള്ളവരെ കുറിച്ച് തിരക്കണം. പിന്നെ രേണുവിന്റെ അടുത്ത് ഒന്ന് പറയൂ, ഇതൊരു ബിഗ് ബോസ് ആണ്, അല്ലെങ്കിൽ അതിനെ ഇറക്കി വിടൂ. എന്തിനാണ് വെറുതെ അവിടെ നിൽക്കുന്നത്? ഗെയിം കളിക്കാനും അല്ല, സംസാരിക്കാനും വയ്യ, ഒന്നിനും വയ്യ പുള്ളിക്കാരിക്ക്. അപ്പം അത് ലാലേട്ടനൊന്നും പറഞ്ഞ് അവർ ശരിയാക്കി, അല്ലെങ്കിൽ ഔട്ട് ആക്കിയിട്ട് വേറെ ആരെങ്കിലും സംസാരിക്കാൻ അറിയാൻ വയ്യാത്തോണ്ടല്ല. ടാസ്കിൽ ചില കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ സ്വന്തം കാര്യമൊക്കെ മറ്റേതിലൊക്കെ ഡിബേറ്റിലൊക്കെ നല്ല രീതിക്ക് സംസാരിക്കുന്നുണ്ട്. അറിയാൻ വയ്യാത്ത ആളുമല്ല, മനഃപൂർവ്വം വേണ്ട, താല്പര്യം ഇല്ലെന്നുള്ളത്. പിന്നെ ഒണിയില് മാത്രമല്ല അവിടെ ചീത്ത വിളിക്കുന്നത്. അക്ബർ വിളിക്കാറുണ്ട്, ഷാനവാസ് വിളിച്ചിട്ടുണ്ട്, പിന്നെ ശരത്ത് വിളിച്ചിട്ടുണ്ട്, എല്ലാരും ഉണ്ട്. അപ്പൊ എല്ലാരെയും ചോദ്യം ചെയ്യുക, ഒരാളെ മാത്രമല്ല മൊത്തപ്പേരും ചോദ്യം ചെയ്യുക. പിന്നെ ഈ ആഴ്ച കുറെ ഉണ്ട് കേട്ടോ. അതെ, പിന്നെ കിച്ചണിലെ കാര്യങ്ങൾ അനു ഒക്കെ ലേറ്റാക്കി ഫുഡ് കൊടുക്കുന്നു, അനു ഒറ്റയ്ക്ക് കുക്ക് ചെയ്യുന്നു പറഞ്ഞിരിക്കുന്നു, അതിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നു തോന്നുന്നു. പക്ഷെ ഇതിൽ ഈ ആഴ്ചയിൽ എന്തായാലും ലാലേട്ടൻ വന്ന് തെറ്റ് ചെയ്യുന്നവരാരും അല്ലേ? നമ്മുടെ സ്പൈക്കുട്ടനെ ഇറക്കിയില്ലല്ലോ ഇതുവരെ. കഴിഞ്ഞ ആഴ്ച ഇറക്കുമെന്ന് പറഞ്ഞിട്ട് പോയതല്ലേ, ഈ ഒരാഴ്ച കണ്ടതേ ഇല്ലല്ലോ. ലാലേട്ടൻ വരുമ്പോ വരുമായിരിക്കും, ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന. അതെ, അപ്പൊ എന്തായാലും നമുക്ക് നാളത്തെ എപ്പിസോഡ് നോക്കാം. അപ്പൊ ഇന്ന് വോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടോ? എനിക്ക് ഷാരിക നമ്മളൊരു വോട്ടൊക്കെ ഇട്ടായിരുന്നു. അതില് നമ്മളത്ര വലിയ സബ്സ്ക്രൈബർ ഉള്ള ചാനലൊന്നും അല്ല, എന്നാലും ഒരു 10, 25, 30 പേരൊക്കെ വോട്ട് ചെയ്യാറുണ്ട്. അപ്പൊ അതില് ഷാരികയ്ക്കും ശൈത്യക്കും ഒറ്റ വോട്ട് പോലും കിട്ടിയില്ല. എനിക്ക് തോന്നുന്നു ഷാരിക പിന്നെ എന്തൊക്കെയോ പറയണോ, എനിക്ക് ശൈത്യം പോണെന്നാ. അതാ, ഒട്ടും വോട്ടും കിട്ടിയില്ല ഇതില്. അപ്പൊ തന്നെ ഊഹിക്കാൻ ശൈത്യക്കാണ് എനിക്ക് തോന്നുന്നു പോവാൻ ചാൻസ് കൂടുതല്, അല്ലെങ്കിൽ ഷാരിക. ഇവരിൽ ആരെങ്കിലും ഒരായിരിക്കും പോകുന്നത്. എന്തായാലും നോക്കാം. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ്സിലൂടെ അറിയിക്കുക. ലാലേട്ടന്റെ എപ്പിസോഡ് റിവ്യൂ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയും ബൈ.